എല്ലാം ധ്യാനിക്കാം. പ്രത്യേകിച്ചും മെയ് 17 അടുത്തു വരികയാണ്, അല്ലെ മെയ് മാസം അടുക്കുകയാണ്. ഗ്ലോബൽ GSK അതൊരു ഒരു മാസത്തെ ആഘോഷ പരിപാടിയായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഡോക്ടർ റൈക്കി ജിയറ്റ് ഹാമറിന്റെ ബർത്ത്ഡേ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള ഈ മേഖലയിലുള്ള ടീച്ചേഴ്സിന്റെ പ്രീ റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് മെയ് മാസത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അത് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലായ ഗ്ലോബൽ GSK എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അത് അപ്ലോഡ് ചെയ്യും. അത് ഫ്രീ ആണ്, എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ. രണ്ടാമതൊരു മെഗാ ഈവന്റ് ആയിട്ട് നടക്കുന്നത് നമ്മൾ 17 തന്നെ, അതൊരു ഞായറാഴ്ചയാണ്. അതൊരു ലിവിങ് GSK എന്ന് പറയുന്ന ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അവിടെയും ലോകപ്രസിദ്ധരായ അല്ലെങ്കിൽ ലോകത്തില് GSK പഠിക്കുന്ന ഗുരുക്കന്മാരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വ്യത്യസ്തമായ പരിപാടിയായിരിക്കും. അതും എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഫ്രീ ആയിട്ടുള്ളതാണ്. അതിനെ കുറിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഈ പദ്ധതിയോട് എല്ലാവരും സഹകരിക്കുക, മാക്സിമം പ്രചരണം നൽകുക. കാരണം ഇത് ഡോക്ടർ അനിത അനുവദിച്ച് നൽകിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ നിലവിലുള്ള സംഘടനകളൊന്നും അല്ലെങ്കിൽ ലോകത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിലുള്ള യാതൊരു പൊതു ആയിട്ടുള്ള പ്ലാറ്റ്ഫോമും ഈ പറയുന്ന ശാസ്ത്രം ഒരു നവീന ശാസ്ത്രമാണെന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് പ്രചരിപ്പിക്കപ്പെടാനായിട്ട് കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ, അതുകൊണ്ടാണ് നമുക്ക് അറ്റൻഡൻസ് വരുമ്പോഴത്തേക്കും 10, 20, 30 പേര് മാത്രം പങ്കെടുക്കുക. പക്ഷെ നിങ്ങൾ ഇതിൽ ബോധ്യപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഇത് പ്രചരിപ്പിക്കാൻ വേണം, ധാരാളം പേരിലേക്ക് എത്തിക്കും. എവിടെയാണ് GSKയുടെ സാങ്കത്യം അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ശ്രമിക്കുന്ന 99% പേരും അല്ലെങ്കിൽ GSK പഠിക്കാത്ത മുഴുവൻ പേരുടെയും മനസ്സിൽ രോഗം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ശത്രുവായിട്ട്, നമ്മളെ ഉപദ്രവിക്കാനായിട്ട്, നമ്മളെ നശിപ്പിക്കാനായിട്ട്, നമ്മളെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, വിഷമിപ്പിക്കാനായിട്ട്, ഡിസ്കംഫോർട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഈ ബയോളജി അല്ലെങ്കിൽ ഈ ജൈവിക ലോകം നമുക്ക് തരുന്നതെന്നാണ് നമ്മളെ എല്ലാ ശാസ്ത്രവും പഠിക്കും. ഏത് വാക്സിൻ വിരുദ്ധരായാലും, ഏത് ഫാർമ വിരുദ്ധരായാലും, എത്ര ഹോമിയോപ്പതിക്കാരെ ഉൾക്കൊള്ളുത്തി പറയാണ്, എല്ലാവരുടെയും ലക്ഷ്യം എങ്ങനെ പനി മാറണം, എങ്ങനെ ഡയബറ്റീസ് മാറണം, എങ്ങനെ ഹൈപ്പർ ടെൻഷൻ മാറണം എന്നുള്ളത്. ഇപ്പൊ രോഗത്തെക്കുറിച്ച് നമുക്കുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ആശയം ടോട്ടലി തലകീഴായി മറിക്കുന്ന അറിവുകളാണ് നമുക്ക് തരുന്നത്. എല്ലാ രോഗങ്ങളും നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് പ്രകൃതി, അല്ലെങ്കിൽ ദൈവം എന്ന് വിളിക്കാം, പ്രകൃതി നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്, അല്ലെ പ്രോഗ്രാമാണ് എന്ന് ഈ ശാസ്ത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാനും എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂട്ടുകൂടി ഇത് പഠിക്കുന്നതും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. അധികം ഇൻട്രൊഡക്ഷൻ സമയമില്ല. ഇന്നത്തെ ടോപ്പിക്ക് അത്ര ചെറുതല്ലാത്ത ഒരു വിഷയമാണ്, ബ്ലഡ് വെസൽസ്. അതായത് ശരീരത്തിലെ ബ്ലഡ്, രക്തം പ്രവഹിക്കുന്ന രക്തക്കുഴലുകളുടെ, അല്ലെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളെ, അംഗങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇൻവേർട്ടഡ് കോമാസിലാണ് രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്, സോ കോൾഡ് ഡിസീസ് എന്ന് പറയും. അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇപ്പൊ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്. അടുത്ത ദിവസം നമ്മൾ ഹാർട്ടിനെ കുറിച്ച് മാത്രം. ഇപ്പൊ ഹാർട്ടും ബ്ലഡ് വെസൽസും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്ന് പറയും. ഹാർട്ടും ബ്ലഡ് വെസൽസ്, അതിൽ ബ്ലഡ് വെസൽസ് ഇന്ന് പഠിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച സാധിക്കുമെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിനെ കുറിച്ചും കൂടെ പഠിച്ച് നമ്മൾ ഈ ബയോളജിക്കൽ പ്രോഗ്രാംസ് അവസാനിപ്പിക്കുക. അതിനുശേഷം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സൈക്യാട്രിക് ഡിസീസസ് എന്ന് പറയുന്ന, ഡോക്ടർ ഹാമർ അതിനെ വിളിക്കുന്നത് സ്കിസോഫ്രീനിക് കോൺസ്റ്റലേഷൻസ്. അതൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ബ്ലഡ് വെസൽസിനെ കുറിച്ച് ഉള്ള ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. അല്ലെങ്കിൽ GHKയില് ബ്ലഡ് വെസൽസ്, രക്ത ധമനികൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗ അവസ്ഥകൾ, അതിനെ ഒരു മെറ്റീരിയലിസ്റ്റിക്, ഭൗതികമായിട്ടുള്ള ഒരു ഒരു വ്യതിയാനം, അല്ലെങ്കിൽ അവിടെ ബ്ലഡിൽ അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ തടിപ്പുണ്ടാകുന്നു, രക്തക്കുഴലുകളിൽ വണ്ണം വെക്കുന്നു, രക്തക്കുഴലിൽ വേദന ഉണ്ടാകുന്നു, ചുവപ്പുണ്ടാകുന്നു, അല്ലെ അന്യൂറിസം പോലെയുള്ള ട്യൂമറുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ വെറും കോശങ്ങളിൽ അല്ലെങ്കിൽ
ബ്ലഡ് വെസൽസിൽ മാത്രം നടക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ കൺവെൻഷണൽ മെഡിസിൻ അല്ലെങ്കിൽ നിലനിൽക്കുന്ന അലോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു. അത് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന നിലയിൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സും പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളതെന്ന് ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. അപ്പൊ അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഹൈപ്പർ ടെൻഷൻ ഫോർ എക്സാമ്പിൾ, രക്തസമ്മർദ്ദം പഠിക്കുമ്പോൾ രക്തക്കുഴലുകളിൽ നോർമലായിട്ട് അവർ പറയുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള രക്തസമ്മർദ്ദം ഉള്ളപ്പോഴാണ് അതിനെ സമ്മർദ്ദം അല്ലെങ്കിൽ അതിസമ്മർദ്ദം എന്നൊക്കെ പറയുന്ന ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതുപോലെ തന്നെ എത്തിറോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ അകത്ത് എത്തിറോമാറ്റസ് പ്ലേക്സ് ഉണ്ടാകുന്നതിനെ, അത് വെറും ഭൗതികമായിട്ടാണ്. അതിനൊരു ബയോളജിക്കൽ റീസൺ ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പഠിക്കും. ഇനി വെയിൻസിലേക്ക് വരുമ്പോൾ വേരിക്കോസ് വെയിൻസിന് അല്ലെങ്കിൽ അശുദ്ധ രക്തവാഹിനികളായ കുഴലുകളിൽ ഉണ്ടാകുന്ന തടിപ്പുകളെയാണ് നമ്മൾ പറയുന്നത് വേരിക്കോസ് വെയിൻ. അതും ഭൗതികമായിട്ട് മാത്രം. അതിനൊരു സൈക്കിക് കോസ് അല്ലെങ്കിൽ ബ്രെയിൻ കൺട്രോളിങ് സെന്റർ ഉണ്ട്, അല്ലെങ്കിൽ ആ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് അതിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക്, ഇൻഡിവിജ്വലിന്, സബ്ജക്റ്റിന് ഗുണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ അന്യൂറിസം, എവിടെയെങ്കിലും കുഴലുകൾ വികസിച്ചിരിക്കുന്നു, അവിടെ ഒരു ഡിസ്ട്രക്ഷൻ വരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു, അപ്പൊ ബ്ലഡ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ട്യൂമർ ലൈക്ക് ഫോർമേഷൻ, അതാണ് അന്യൂറിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ത്രോംബോസിസ്, കട്ട പിടിക്കുന്നു, രക്തം അവിടെ നിന്ന് ഒരു പ്രത്യേക സ്പോട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് രക്തം ഒഴുകുന്നില്ല. അപ്പൊ ഇതൊക്കെ രക്തക്കുഴലിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട്. ഇപ്പം സ്ട്രോക്ക് അല്ലെങ്കിൽ CVA എന്ന് പറയും, കൊറോണറി വാസ്കുലർ ഡിസീസസ്. അപ്പോൾ അതും സെറിബ്രം, അപ്പൊ ബ്രെയിനിൽ ഉണ്ടാകുന്ന വെസൽസിൽ ഉണ്ടാകുന്ന ആക്സിഡൻസ് ആയിട്ടാണ് സ്ട്രോക്ക് മുതലായ കാര്യങ്ങൾ. ഇതൊന്നുമല്ല എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ GHK സംബന്ധിച്ചുള്ള ഒരു ഡിഫറെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യനിങ്ങിനുള്ള ആൻസറുകളാണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഇതിലൂടെ, എന്ത് ബയോളജിക്കൽ പർപ്പസ് ആണ് ബോഡി സെർവ് ചെയ്യുന്നത്, ബ്ലഡിൽ ഉണ്ടാകുന്ന ബ്ലഡ് വെസൽസ്. നമ്മൾ ബ്ലഡ് പഠിക്കുന്നില്ല, ബ്ലഡിൽ ഉണ്ടാകുന്ന അനീമിയ അല്ലെങ്കിൽ ബ്ലഡ് ബോൺ മാരോ അല്ലെങ്കിൽ ബ്ലഡ് ഹീമോപോയസിസ്, ഇതൊന്നും നമ്മൾ ഇവിടുത്തെ ടോപ്പിക് അല്ല. ഇത് ബ്ലഡ് വെസൽസിനെ കുറിച്ച് മാത്രമാണ്, രക്തധമനികളെ കുറിച്ച് മാത്രമുള്ള ടോപ്പിക്. അപ്പൊ GHK ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ തരുന്ന ആൻസറുകൾ എന്ന് പറയുന്നത് എന്ത് ബയോളജിക്കൽ കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ടാണ് രക്തക്കുഴലുകളിൽ ഈ മാറ്റം വരുത്തുന്നത് എന്നുള്ളതാണ്. അതാണ് വളരെ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാറുള്ളത്. ഇപ്പോ ബ്ലഡ് വെസൽസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടെന്നും അതൊരു ലിവിങ് എൻറ്റിറ്റി ആണെന്നും അവിടെ ബാധിക്കുന്നതിന് ബയോളജിക്കലി ഒരു മീനിങ് ഫുൾ ആണെന്നും അതിന് ബ്രെയിൻ കൺട്രോളിങ് സെന്റേഴ്സ് ഉണ്ടെന്നും അതിൻ്റെ എല്ലാം കൺട്രോൾഡ് ആണ് ഇൻ എ ഡൈനാമിക് വേ, ഇൻ എ സട്ടിൽ മാനർ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചേ തീരൂ. അല്ലാതെ വെറുതെ ബ്ലഡ് വെസൽസ് ജസ്റ്റ് ആസ് എ ഫിസിക്കൽ എൻറ്റിറ്റി നോ എന്ന് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പതിവ് പോലെ നമ്മൾ ബ്ലഡ് വെസൽസിന്റെ ഒറിജിനെ കുറിച്ച് പഠിക്കുകയാണ്. ഡെവലപ്മെന്റ് ആൻഡ് ഫങ്ഷൻ, എന്താണ് രക്തക്കുഴലുകൾ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം 3 ജെർമിനൽ ലേയേഴ്സ് ഉണ്ട്. അതിൽ മിഡിൽ ലെയർ ആയിട്ടുള്ള മീസോഡേം എന്ന് പറയുന്നത് ഓൾഡ് മീസോഡേം, ന്യൂ മീസോഡേം ഉണ്ട്. അപ്പൊ 4 എന്ന് പറയാം. അപ്പൊ ആ 4 ജെർമിനൽ ലെയറിൽ നിന്നാണ് എല്ലാ കോശങ്ങളും, എല്ലാ ടിഷ്യൂവും, എല്ലാ ഓർഗനും ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് ഇത് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. ഓക്കെ, ബ്ലഡ് വെസൽസ് ആദ്യമേ ഞാൻ പറഞ്ഞതാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം, അല്ലെ ഹാർട്ടും വെസൽസും കൂടെ ചെയ്യുന്നതിൽ വാസ്കുലർ സിസ്റ്റം മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ടത് തന്നെയാണ് രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്. അത് ആ പേര് ധ്വനിപ്പിക്കുന്നത് പോലെ തന്നെ, പേര് നമ്മളോട് പറയുന്നത് പോലെ തന്നെ അതൊരു പൈപ്പാണ്. പക്ഷെ അത് ലിവിങ് ട്യൂബ്സ് ആണ്, അതിലൂടെ ബ്ലഡ് പോകുന്നുണ്ട്. പക്ഷെ അത് ഒരു ബയോളജിക്കലി ഇറ്റ് ഹാസ് ഗോട്ട് എ പർപ്പസ്. അവിടെ വരുന്ന ചേഞ്ചസ് എല്ലാം ഈ ബയോളജിക്കൽ പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വാട്ട് ആർ ദി ടൈപ്സ്, ഏതെല്ലാമാണ് രക്തധമനികളുടെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് എല്ലാവർക്കും അറിയാം. ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം. ആർട്ടറി ഉണ്ട്, വെയിൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഇടയ്ക്ക് ഉള്ള ആർട്ടറി ചെറുതായി വരുമ്പോൾ ആർട്ടറിയോൾസ് എന്ന് പറയും. പക്ഷെ കാപ്പിലറീസ് നമ്മൾ അത് ചെറിയതായിട്ട് വരുമ്പോൾ അതിന്റെ ഫങ്ഷനും അതിന്റെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ആർട്ടറീസ്, കാപ്പിലറീസ് അല്ലെ വെയിൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ, അങ്ങനെ പഠിക്കുമ്പോൾ അതാണ് കുറച്ചുകൂടെ നല്ലത്. ആർട്ടറീസ് എപ്പോഴും ദേ ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്ന്
ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയിട്ട് അതിന്റെ അതേ സമയത്ത് തന്നെ കാർബൺ ഡയോക്സൈഡിനെ വെളിയിലേക്ക് വിടുന്ന പ്രക്രിയയുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആർട്ടറീസ് എന്ന് പറയുന്നത് ദേ ക്യാരി പ്യുവർ ബ്ലഡ് എന്ന് നമ്മൾ പറയും, അല്ലെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഫങ്ഷൻ. അപ്പോൾ ഓക്സിജനെ ഡെലിവറി ചെയ്യുക, ഓക്സിജനെ കൊടുക്കുക. മാത്രമല്ല ഈ ബ്ലഡിലൂടെയുള്ള അതിന്റെ സിറം അല്ലെങ്കിൽ ബ്ലഡിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് സിറം എന്ന് പറയുന്നതിന്റെ അകത്തൂടെ ന്യൂട്രീഷ്യനും നമ്മുടെ ടിഷ്യൂവിൽ എത്തിക്കുന്നത് ഈ ആർട്ടറീസ് വഴിയായിട്ട്. അപ്പോൾ ഓക്സിജൻ മാത്രമല്ല ന്യൂട്രീഷനും നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നത് ആർട്ടറീസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. ഈ ആർട്ടറീസിനെ നമ്മൾ പറയുമ്പോൾ മേജർ അല്ലെങ്കിൽ വലിയ വലിയ ട്യൂബ്സിനെയാണ് പറയുന്നത്, കുഴലുകളെയാണ് പറയുന്നത്. പക്ഷെ കുറച്ചുകൂടി ചെറുതാകുമ്പോൾ നമ്മൾ അതിനെ സ്മോളസ്റ്റ് വെസൽസ്, ഏറ്റവും ചെറുത്, ഒരു കൈയുടെ ഒരു 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 തൊലിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്താൽ അവിടെ നിന്ന് രക്തം വമിക്കുന്നതിനല്ല, രക്തം പുറത്തേക്ക് വരുന്നതിന് കാരണം കാപ്പിലറീസ് ആണ്. കാപ്പിലറീസ് കട്ടാകുമ്പോഴാണ് രക്തം വരുന്നത്. അപ്പൊ സ്മോളസ്റ്റ് വെസൽസ് ആണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഈ ആർട്ടറീസ് ചെറുതായി കാപ്പിലറീസ് ആകുമ്പോഴത്തേക്ക് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത്, അത് റെഡ് സെൽസ് ആണ് അതിനെ ക്യാരി ചെയ്യുന്നത്. അത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയിലേക്ക് അത് കൊടുക്കുകയാണ്, എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. സോ അവിടെ എന്താണ് ചെയ്യുന്നത്? ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് നമ്മുടെ ഫുഡിൽ കൂടെയും ഒക്കെ നമ്മുടെ ബ്ലഡിലുള്ള ന്യൂട്രിയൻസ് അതാത് സ്ഥലത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേസമയം വേസ്റ്റ് പ്രോഡക്ട്സിനെ ഈ ബ്ലഡ് തന്നെയാണ് അതിന്റെ സിറം വഴിയായിട്ടാണ്, ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡ് വഴിയായിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലായിടത്തും ക്ലീനിങ് ഏജന്റ് ആയിട്ടും ഈ പറയുന്ന ബ്ലഡ് വെസൽസിന്റെ കാപ്പിലറീസ് ആണ് ഈ പറയുന്ന ആക്ടിവിറ്റീസ് നടക്കുന്നത്. വേസ്റ്റ് പ്രോഡക്ട്സിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് അത് പ്യൂരിഫിക്കേഷൻ വഴിയായിട്ട്, അത് പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ഓർഗൻസ് നമുക്കുണ്ട്. കിഡ്നി ഉണ്ട്, ലങ്സ് ഉണ്ട്, സ്കിന്നുണ്ട്. ഇതിലൂടെ എല്ലാം ബ്ലഡ് സർക്കുലേഷൻ നടക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന വേസ്റ്റ് പ്രോഡക്ട്സിനെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാം പ്യുവർ ആക്കി എടുക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഓക്സിജനെ കൊടുക്കുന്നതോടുകൂടി അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ റിസീവ് ചെയ്തിട്ട് അത് പുറത്തേക്ക് കളയുകയാണ്. നമ്മൾ ഇതെല്ലാം വിശദമായിട്ട് പിന്നീട് ആർട്ടറിയെ കുറിച്ച് പഠിക്കും. അതിനു മുമ്പായിട്ട് വെയിൻസിനെ കുറിച്ച് ഇതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ വെയിൻസ് എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അഥവാ ബ്ലഡ് ഓരോരോ സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ ബ്ലഡിന്റെ ഉള്ളിലുള്ള ഓക്സിജനെ കൊടുക്കുന്നു. അതേസമയം അവിടുന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുന്നു, അല്ലെങ്കിൽ വലിച്ചെടുക്കും. അപ്പം വെയിൻസ് ക്യാരി ചെയ്യുന്ന ബ്ലഡിനെ നമ്മൾ ഇംപ്യൂർ ബ്ലഡ് എന്നൊക്കെ പറയും. ആക്ച്വലി ഇംപ്യൂർ ബ്ലഡ് എന്നല്ല അതിന്റെ അർത്ഥം. ഓഫ്കോഴ്സ് അതിൻ്റെ അത് വേസ്റ്റ് ഉണ്ട്, അതിൻ്റെ അത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ഡീ ഓക്സിജനേറ്റഡ് ആണ്, അല്ലെ ഓക്സിജൻ ഇല്ല, അല്ലെ കുറവാണ്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിൻസ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഹാർട്ടിലേക്ക് ബ്ലഡിനെ കൊണ്ടുവന്നിട്ട് ഹാർട്ട് അതിലൂടെ വീണ്ടും അത് ലങ്സിലേക്ക് വിട്ടിട്ട് ലങ്സിൽ നിന്നാണ് ഒരു പ്രധാനപ്പെട്ട പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഹാർട്ടിലേക്ക് വരുന്ന അത് സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഏട്രിയത്തിന്റെ രണ്ട് വീനക്കാവ വന്ന് ജോയിൻ ചെയ്തിട്ട് അത് ഇമ്മീഡിയറ്റ്ലി അത് അവിടെ നിന്ന് ലങ്സിലേക്ക് പോവുകയാണ് ഫോർ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഓക്സിജനേഷൻ. അപ്പൊ ലങ്സിലാണ് നമ്മുടെ ഈ റെസ്പിറേറ്ററി പ്രോസസ് വഴിയായിട്ട് ഓക്സിജനേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട. അപ്പൊ ഇത്രയും എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മളൊന്നുകൂടെ റിഫ്രഷ് ചെയ്ത് റിവിഷൻ നടത്തി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ ഹാർട്ട് സർക്കുലേഷൻ മാത്രമല്ല, കാർഡിയാക്, അതോടുകൂടി തന്നെ നമ്മൾ പൾമണറി സർക്കുലേഷൻ കൂടെ നമ്മൾ പഠിച്ചേ തീരും. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്നത്, അതായത് ലങ്സിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് ആദ്യം വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നത് വെയിൻസ്, അത് നമുക്ക് പിന്നീട് വെയിൻസ് എന്ന് പറയും. പക്ഷെ ദേ ആർ ക്യാരിങ് പ്യുവർ ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ്. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ത്രൂ അയോർട്ട ആൻഡ് ഇറ്റ്സ് മേജർ ആർട്ടീരിയൽ സിസ്റ്റം, ഇറ്റ് ഈസ് ബീങ് സർക്കുലേറ്റഡ് ത്രൂ ഓൾ പാർട്സ് ഓഫ് ദി ബോഡി. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് വെസൽ വാൾ, നമ്മളുടെ പ്രധാനപ്പെട്ട ടോപ്പിക് അത് തന്നെയാണ്, വെസൽ വാൾ.
അതായത് ഈ രക്തക്കുഴലിന്റെ ഭിത്തി എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാവും. അവിടെ മൂന്ന് പ്രധാനപ്പെട്ട ടിഷ്യൂസ് ഉണ്ട്. ഒന്ന് അതിന്റെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ച് തന്നെ ഒരു ക്ലാസ് എടുത്തു. അതിന്റെ കോൺഫ്ലിക്ട്സ് ഞാൻ പറഞ്ഞു, സെൽഫ് ഡിവാലുവേഷൻ ആണ്. പക്ഷെ വെരി മിനിമം അല്ലെങ്കിൽ ലൈറ്റ് സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്ട്. അപ്പം കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. സ്മൂത്ത് മസിൽ എന്ന് പറയുന്ന ഒരു മസിൽ ഉണ്ട്. അപ്പോൾ സ്മൂത്ത് മസിൽസ് ഉണ്ട്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ കൊറോണറി ആർട്ടറി ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് അവിടെ സ്മൂത്ത് മസിൽസ് ഒന്നുമില്ല, അവിടെ സ്ട്രേറ്റഡ് മസിൽസ് ആണ്. അപ്പൊ ഇവിടെയും അതിന്റെ സ്ട്രേറ്റഡ് മസിൽസ് ഫൈബേഴ്സും ഉണ്ട്. അപ്പൊ മൂന്ന് തരത്തിലുള്ള ഈ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന കവറിങ് ഉള്ളത് കൊണ്ടാണ് ബ്ലഡ് വെസൽസ് അതിന്റെ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ബ്ലഡ് വെസൽസിന്റെ ഈ ഈ സ്മൂത്ത് മസിൽസ് ആണ് പ്രധാനമായിട്ടും ഈ മോർസൽ അല്ലെങ്കിൽ ബ്ലഡ് മോർസൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിലേക്ക് വന്നിരിക്കുന്ന ബ്ലഡിനെ ജസ്റ്റ് ലൈക്ക് വാട്ടർ മോർസൽ, ജസ്റ്റ് ലൈക്ക് ഇൻഡസ്ട്രൈനൽ പെരിസ്റ്റാൾസിസ്, ഒരിടത്ത് നിന്നും ഈ ബ്ലഡിനെ പെരിസ്റ്റാൾസിസ് പോലെ പമ്പില്ല, ഹാർട്ട് മാത്രം പമ്പ് എന്ന് പറയുന്നു. പക്ഷെ GNM-ൽ പഠിക്കുമ്പോഴത്തേക്ക് ഹാർട്ട് പമ്പായിട്ടല്ല വരുന്നത്. ബിക്കോസ് ഓഫ് ദി ആർട്ടീരിയൽ പ്രഷർ ഡിഫറൻസ്, ഹാർട്ട് ഈസ് മൂവിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. And many people, most of the people or conventional medical science teaches us heart is a pump. Whereas in GNM or according to GNM, ഞാനിത് ശശി ഇപ്പൊ പറഞ്ഞ പോലെ ഇത് വെറും ഇൻട്രൊഡക്ഷൻ ആണ്. യു ഹാവ് ടു ഗോ ബാക്ക് ടു കാർഡിയോളജി, കാർഡിയാക് സിസ്റ്റം. അത് അടുത്ത ആഴ്ച വിശദമായിട്ട് പഠിക്കും. ഹാർട്ട് ഈസ് നോട്ട് അറ്റ് ഓൾ എ പമ്പ്. ഹാർട്ട് പമ്പ് ചെയ്തിട്ടല്ല ശരീരത്തിൽ എല്ലായിടത്തും രക്തം എത്തുന്നത് എന്നുള്ള വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു നോളജാണ് നമുക്ക് GNM തരും. അതിനെക്കുറിച്ച് കൂടുതൽ സമയം എടുക്കുന്നില്ല, ഒത്തിരി സമയം എടുക്കുന്ന നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇൻഡസ്ട്രൈനൽ മസിൽസിന്റെ അകത്ത് എങ്ങനെയാണോ ഈ ബോളസ് ഓഫ് ഫുഡ് പെരിസ്റ്റോൾസിസ് വഴിയായിട്ട് മൂവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ രക്തക്കുഴലിലൂടെ രക്തം ഒരു ബോളസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മോർസലായിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ പഠിക്കും. അതിനെ ബ്ലഡ് മോർസൽ എന്നാണ് പറയുന്നത്. ഇതതിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ ഇനി തന്നെ ഇൻറ്റിമ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതായത് അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ ഈ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ മീസോഡേമൽ ഇൻറ്റിമ എന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ മീസോഡേം ഒറിജിൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബ്രെയിൻ കൺട്രോളിങ് സെന്റർ വളരെ കൃത്യമാണ്. അത് സെറിബ്രൽ മെഡുല തന്നെയാണ്. അപ്പോൾ അതിന്റെ എല്ലാ സ്വാഭാവികമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഈ പറയുന്ന ഇൻറ്റിമയ്ക്ക് ഉണ്ട്. അത് ന്യൂ മീസോഡേം ഒറിജിൻ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ ന്യൂ മീസോഡേമൽ ഇൻറ്റിമ എന്ന് പറയും. ഇൻറ്റിമ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ട്യൂബ്. അപ്പൊ അതിനെ കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ മെഡുലയാണ്. നിങ്ങളത് മറന്നേക്കരുത്. കാരണം അതും ബാക്കി എല്ലാം മറന്നാലും ഇത് മറന്നേക്കരുത്. കാരണം ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പ്രോഗ്രാം അതാണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ കോൾഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സോ കോൾഡ് ഡിസീസസ് ഓഫ് ദി വെസൽസ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒറിജിൻ നമ്മൾ പഠിച്ചേ തീരൂ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോയേക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറിബ്രൽ മെഡുല്ല ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പടം വരുന്നത്. ഞാൻ അനേകം പ്രാവശ്യം ഈ പടം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് മറന്നു പോയേക്കരുത്. അപ്പോൾ അപ്പൊ നമ്മൾ തല മുതൽ കാലുവരെ അല്ലെങ്കിൽ അതെ കാലുവരെയുള്ള ഭാഗങ്ങൾ മുഴുവനും ഈ പറയുന്ന ബ്ലഡ് സർക്കുലേഷൻ അല്ലെ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പൊ അതാത് ഭാഗത്തെ സെൽഫ് ഡീവാലുവേഷൻ ആണ് അതാത് ഭാഗത്തെ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന സോക്കോൾഡ് പത്തോളജി അല്ലെങ്കിൽ ചേഞ്ചസിന്റെയും കാരണം എന്നുള്ളത് നിങ്ങൾ മറന്നുപോയേക്കരുത്. എന്താണ് കാരണം? അതായത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് തന്നെ. അപ്പൊ സെറിബ്രൽ മെഡുല കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് അവിടെ വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് സെറിബ്രൽ ആർട്ടറീസ് വരും. സെറിബ്രൽ ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന തലച്ചോറിന്റെ അകത്തേക്ക് പോകുന്ന സർക്കുലേഷൻ മുഴുവൻ. ഡിസെൻഡിങ് അയോർട്ട, അതായത് അസെൻഡിങ് അയോർട്ട, പിന്നെ അതിന്റെ ബ്രാഞ്ചസ് ഓഫ് അയോർട്ട വരുന്നുണ്ട്. പിന്നെ ഡിസെൻഡിങ് അയോർട്ട, അത് തൊറാസിക് പാർട്ട് ഉണ്ട്, അബ്ഡോമിനൽ പാർട്ട് ഉണ്ട്. അപ്പൊ അതെല്ലാം ഈ അതാത് ഭാഗത്തെ അതായത് തൊറാക്സിലാണെങ്കിലും സെർവിക്കൽ റീജിയനിലായാലും അല്ലെ സബ്ക്ലേവിയൻ, കരോട്ടേഡ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലുമുള്ള രക്തക്കുഴലിനെ ബാധിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക. അതാത് ഭാഗത്തുള്ള നമ്മൾ ബോൺ ആൻഡ് ജോയിന്റ്സ് നമ്മൾ പഠിച്ചു, സ്കെൽറ്റൽ സിസ്റ്റത്തിനുള്ള സെൽഫ് ഡീവാലുവേഷൻ പഠിച്ചു. അപ്പൊ അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽഫ് ഡീവാലുവേഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്, പക്ഷെ ഓഫ് ലെസ് ഇന്റൻസിറ്റി. അത് മറന്നേക്കും. ബോണിനുണ്ടാകുന്ന പോലെ അല്ലെങ്കിൽ ജോയിന്റ്സിനുണ്ടാകുന്നത് പോലെ ഒരു സിവിയർ, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ വാക്കാണ് അസ്ഥിയെ പിടിച്ച എന്നൊക്കെ പറഞ്ഞത്. അസ്ഥിയെ പിടിച്ച ഒരു സെൽഫ് ഡീവാലുവേഷൻ ഒരിക്കലും ബ്ലഡ് വെസൽസിനെ പിടിക്കുന്നില്ല. കാരണം അതിനുശേഷം പല 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 ടിഷ്യൂസും അവിടെ ഉണ്ട്. ജോയിന്റ്സ് കഴിഞ്ഞാൽ അതിന്റെ പെരിയോസ്റ്റി ഉണ്ട്,
കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്, ലിഗമെന്റ്സ്, എല്ലാ മസിൽസ്, ഈവൻ ഫാറ്റ് വരെയുള്ള എല്ലാ ടിഷ്യൂവിൻ്റെയും ഒരൊറ്റ അല്ലെങ്കിൽ ഒരേ ഇതാണ് കോൺഫ്ലിക്റ്റ് ആണ്, ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്, അത് സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളും പറയുവാണെങ്കിൽ അതിൻ്റെ അകത്ത് സെറിബ്രൽ ആർട്ടറീസ് വരും, ഞാൻ പറഞ്ഞ പോലെ ഡിസെൻഡിങ് അയോർട്ട വരും, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറീസ്, നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെ പാൽപ്പേറ്റ് കിട്ടുന്ന എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറീസ്, ഔട്ടർ സബ്ക്ലേവിയൻ ആർട്ടറീസ്. ഇത് കൂടുതൽ വിശദമായിട്ട് നമ്മൾ പഠിക്കണമെന്നില്ല, അനാറ്റമിയൊക്കെ പഠിച്ച് മടുത്തവരാണ് ഡോക്ടേഴ്സ് ആയിട്ടുള്ള നമ്മളൊക്കെ. അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏത് ആർട്ടറിയിലാണെന്ന്, ഇന്നിപ്പോൾ എല്ലാം നമുക്ക് സ്കാനിങ്ങിൽ കിട്ടും, ഏത് ആർട്ടറിയിലാണ് അന്യൂറിസം ഉള്ളത്, ഏത് ആർട്ടറിയാണ് ഇൻഫ്ലംഡ് ആയിട്ടുള്ളത്, ഏത് ആർട്ടറിയാണ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ അവിടെ സെല്ലുലാർ ഡിപ്ലീഷൻ, സെല്ലുലാർ ഡിസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്, നെക്രോസിസ് നടന്നിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് റിപ്പോർട്ടായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് എക്സാക്ട്ലി ഈസ് ദ കോൺഫ്ലിക്റ്റ് തീം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാസവും വരത്തില്ല. അപ്പൊ അബ്ഡോമിനൽ അയോർട്ട ഫോർ എക്സാമ്പിൾ, അപ്പൊ അബ്ഡോമിനൽ ആർട്ടറിയുടെ മേജർ ആയിട്ടുള്ള അബ്ഡോമിനൽ അയോർട്ടയുടെ എവിടെയെങ്കിലുമാണ് സോക്കോൾഡ് പത്തോളജി വരുന്നെങ്കിൽ ഉടനെ ഓർത്തുകൊള്ളുക, ദർ ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ദി അബ്ഡോമിനൽ എക്സെട്ര. അപ്പം ജനറൽ കോൺഫ്ലിക്റ്റ് ഒരിക്കലും മറന്നേക്കരുത്, അത് സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഈ ഇൻറ്റിമയെ കുറിച്ച് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, ഈ പിക്ചർ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്. അത് സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ആയിട്ടുള്ള എക്ടോഡെർമൽ, അല്ല ഇത് മീസോഡെർമലാണ്. നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എക്ടോഡെർമൽ, കാരണം അതിന്റെ റെഡ് ആണ്, കംപ്ലീറ്റ് ആർട്ടറിയുടെ അവിടെ കാണിച്ചിരിക്കുന്ന റെഡ് കളറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് എക്ടോഡെർമൽ ഒറിജിൻ ആണ്. അപ്പൊ എക്ടോഡെർമൽ ഇൻറ്റിമ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. കാരണം അത് ഈ 4 ജെർമിനൽ ലെയറിൽ എക്ടോഡേം ഡിറൈവേറ്റീവ് ആണ്, അതുകൊണ്ടാണ് അതിനെല്ലാം റെഡ് കളർ വരുന്നത്. അപ്പോൾ ഓരോ ബ്ലഡ് വെസൽസിനും ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് ഉണ്ട്. അതിൽ ഈ റെഡ് കളർ കൊടുത്തിരിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ എക്ടോഡെർമൽ ഇൻറ്റിമ എന്നത്. ഇൻറ്റിമ തന്നെയാണ്, പക്ഷെ അതിന് എക്ടോഡുണ്ട്. കൊറോണറി ആർട്ടറീസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അത് റെഡ് തന്നെയായിട്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഹാർട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ അതിലൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ കൺട്രോൾഡ് പ്യുവർലി ബൈ ദി സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അതുകൊണ്ട് അതിന്റെ കോൺഫ്ലിക്ട്സും ടെറിട്ടോറിയൽ റിലേറ്റഡ് ആണ്. കാരണം ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ച് മുൻകൂട്ടി പറയുവാണെങ്കിൽ അത് ടെറിട്ടറി ലോസ് ആണ്, ടെറിട്ടോറിയൽ ലോസ് ആണ്. ഇപ്പൊ അതുപോലെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ എക്ടോഡെർമൽ ഇൻറ്റിമയെ കുറിച്ച് പറയുമ്പോൾ അത് സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോളാണെന്ന് നിങ്ങൾ മറന്നേക്കരുത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആർട്ടറീസിലെല്ലാം, അതായത് കൊറോണറി ആർട്ടറീസ്, കൊറോണറി വെയിൻസും അതുപോലെ തന്നെയാണ്. അതിന് റെഡ് കളർ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും ഒറിജിൻ എല്ലാം ഈ എക്ടോഡെർമൽ ഇൻറ്റിമ തന്നെയാണ്. അതുപോലെ അസെൻഡിങ് അയോർട്ട, ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറീസ് ഞാൻ പറഞ്ഞു, ഇന്നർ സബ്ക്ലേവിയൻ ആർട്ടറീസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാമുള്ള ആർട്ടറിയുടെ ഇന്റേണൽ അല്ല ഇൻറ്റിമ എന്ന് പറയുന്നത് എക്ടോഡെർമൽ ആണ്. അത് എല്ലാം ടെറിട്ടോറിയൽ തീംസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു വെസലിലെ തന്നെ ഏത് ഭാഗമാണ് അഫക്റ്റഡ് ആയത് എന്നുള്ളതിനെ ആശ്രയിച്ച് നമ്മൾ ഈ പടമാണോ ആപ്ലിക്കബിൾ ആകുന്നത്, ഈ പടമാണോ ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് നമ്മൾ GSK നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ സെൽഫ് ഡിവാലുവേഷൻ ആണെന്ന് പറയരുത്. ഫോർ എക്സാമ്പിൾ കൊറോണറി ആർട്ടറീസ്, അവിടെ വരുന്നത് ടെറിട്ടോറിയൽ കോൺഫ്ലിക്ട്സ് ആണ്. അപ്പൊ ടെറിട്ടോറിയൽ ലോസ്, ഫോർ എക്സാമ്പിൾ കൊറോണറി ആർട്ടറി ഡിസീസിന്റെ കാരണം അതാണ്. അതുപോലെ ടെറിട്ടോറിയൽ കോൺഫ്ലിക്ട്സ് ആണ് ഈ എക്ടോഡെർമൽ കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോറി സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻറ്റിമയുടെ കോൺഫ്ലിക്റ്റ് ടെറിട്ടോറിയൽ കോൺഫ്ലിക്ട്സ് ആണ്. ഇപ്പൊ നമ്മൾ ഓർക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടവും ഒക്കെ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എവിടെയാണ് ലൊക്കേഷൻ ഓഫ് ദി അഫെക്ഷൻ, ഏത് രക്തക്കുഴലിനെയാണോ ബാധിച്ചിരിക്കുന്നത് അത് എവിടെയാണ്, ഫോർഹെഡ് ആണോ, നെക്കാണോ, കൊറോണറി ഏരിയ ആണോ, അല്ലെ സബ്ക്ലേവിയൻ ഏരിയ ആണോ, അല്ലെങ്കിൽ അബ്ഡോമിനലാണോ എന്നൊക്കെ പറയുമ്പോൾ അതാത് ഭാഗത്തുള്ള ഓർഗൻസും ഒക്കെ ആയിട്ട് ഈ കോൺഫ്ലിക്ട്സ് റിലേറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, ടെറിട്ടോറിയൽ ആണെങ്കിൽ. അപ്പം ഈ ലൊക്കേഷൻ ആണ്
നമ്മുടെ ഒരു കോൺഫ്ലിക്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എവിടെ നിന്നാണ് ഒറിജിൻ എന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ് അതിന്റെ ബ്രെയിൻ കൺട്രോൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതുപോലെ ഈ ബ്രെയിൻ കൺട്രോളാണ് എപ്പോഴും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മളുടെ ഈ കോൺഫ്ലിക്റ്റ് തീമിനെ ഡിസൈഡ് ചെയ്യും. എനിക്ക് ചുരുക്കമായിട്ട് പറയാൻ സമയമുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ റെഡും ഈ ഓറഞ്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ് കളറിൽ തന്നെ. ഇവിടെ നമ്മൾ കിട്ടുന്ന കളറിനെയാണ് നമ്മൾ ഓറഞ്ച് എന്ന് പറയുന്നത്, ഒരു കളർ. അപ്പൊ അത് മീസോഡയം ഡിറൈവ്ഡ് ആയിരിക്കും, കൺട്രോൾഡ് ബൈ ദി ന്യൂ ന്യൂ അല്ല സെറിബ്രൽ മെഡുല ആയിരിക്കും കൺട്രോൾഡ് ബൈ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ ബ്രെയിൻ കൺട്രോൾ അല്ലെ ബ്രെയിൻ കൺട്രോളിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകരുതാത്തൊരു കാര്യം, നമ്മുടെ ഹാർട്ടിനെ കുറിച്ച് നമ്മൾ അടുത്ത ദിവസം പറയാം. കാരണം ഹാർട്ടിന് നമ്മളൊരു ട്വിസ്റ്റ്, ഒരു 180 ഡിഗ്രി ഒരു ടേണിങ് വരുന്നുണ്ട് ഡ്യൂറിങ് ദി എംബ്രിയോളജിക്കൽ ലൈഫ്. അതുകൊണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഡിഫറെന്റ് ആണ്. അത് നമുക്ക് പിന്നെ പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാത്തടത്തോളം കാലം നമ്മുടെ എല്ലാ ബ്ലഡ് വെസൽസിനെയും, അത് വെയിൻസ് ആയിക്കോട്ടെ, ആർട്ടറി ആയിക്കോട്ടെ, കാപ്പിലറി ആയിക്കോട്ടെ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ലാറ്ററാലിറ്റി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡഡ് മാനിന്റെ, ലെഫ്റ്റ് ഹാൻഡഡ് വുമണിന്റെ റൈറ്റ് സൈഡിലുള്ള വെസൽസിനെ എല്ലാം റിലേറ്റഡ് ടു ദി പാർട്ട്ണർ സൈഡ് എന്ന് പറയും. ലെഫ്റ്റ് സൈഡിലുള്ളതാണെങ്കിൽ റിലേറ്റഡ് ടു ദി മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയും. ഇത് മറന്നേക്കരുത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. അപ്പോൾ ഈ ക്രോസ് ഓവർ കൺട്രോൾ അല്ലെങ്കിൽ ബ്രെയിൻ ഓർഗൻ റിലേഷൻഷിപ്പ് ഈസ്, നമുക്ക് ഒരു വാക്കി പറയാണ്, കോൺട്രാലാറ്ററൽ. അല്ലെങ്കിൽ ഈ സൈഡ് അഫിനിറ്റി വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബിസിനസ്സിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. എല്ലാ ദിവസവും നമുക്ക് പുതിയ അവസരങ്ങളാണ്, പക്ഷെ നമുക്കത് പ്രാവർത്തികമാകാൻ ഓക്കെ, റെക്കോർഡിംഗ് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ നമ്മളൊരു പ്രത്യേക ടിഷ്യൂവില് നമ്മളുടെ ഒരു പത്തോളജി, സോക്കോൾഡ് പത്തോളജി, നമ്മൾ ഒരിക്കലും GNM പത്തോളജി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ലെന്ന് നിങ്ങൾ മറന്നുപോയേക്കരുത്. അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഫ്രം ദി നോർമൽസി ഓഫ് എൻ ഓർഗൻ. ഇവിടെ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ്. അപ്പൊ ബ്ലഡ് വെസൽസിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഏത് ബോൺ സ്ട്രക്ചർ, അതായത് സ്കെലറ്റൽ ഇതുമായിട്ട് ചേർന്നിട്ടാണോ ആ ബ്ലഡ് വെസൽസ് ഉള്ളത്, അതിന്റെ തീം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് തീം ഏതാണ്ട് സിമിലർ ആണ്. ഓൺലി അതിന്റെ ഇന്റൻസിറ്റി കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബോൺസിന്റെ കറസ്പോണ്ടിങ്, ഓഫ് കോഴ്സ് നമ്മളിപ്പോ സ്കാപ്പുല ഫോർ എക്സാമ്പിൾ, ഫോർ ഹെഡ്. അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ ഇന്റലക്ച്വൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്റലക്ച്വൽ, ഇവിടെ ഇന്റലക്ച്വൽ വീണ്ടും സെൽഫ് ഡിവാലുവേഷൻ, അല്ലെങ്കിൽ തൊറാക്സിക് ബോൺസിന്, അല്ലെ ഹിപ്പ് ജോയിന്റ് ഫോർ എക്സാമ്പിൾ, നീ ജോയിന്റ്. അപ്പോൾ ആ നീ ജോയിന്റിന്റെ കോൺഫ്ലിക്റ്റും അതിന്റെ അവിടെയുള്ള ബ്ലഡ് വെസൽസിലുള്ള ചേഞ്ചസും എല്ലാം തീം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒന്ന് തന്നെയാണ്, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം ബോൺസ് ആയാലും എല്ലാ സ്കെൽറ്റൽ മസിൽസ് കംസ് നെക്സ്റ്റ് ടു ദി ബോൺസ്. പിന്നെ ഞാൻ പറഞ്ഞതാണ് ലിംഫ് വെസൽസ് എടുത്തപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്താണ്. ലിംഫ് വെസൽസ്, സ്പ്ലീൻ അതിന്റെ കൂടെ എടുത്താണ്. അപ്പോൾ ലിംഫാറ്റിക് വെസൽ സെയിം സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. പക്ഷെ അതെല്ലാം മിനിമം, അല്ലെങ്കിൽ എന്താ പറയുക, ലൈറ്റ് സെൽഫ് ഡീവാലുവേഷൻ എന്ന് പറയും. ഇപ്പൊ ലിംഫ് വെസൽസ് ആയാലും ലിംഫ് നോട്ട്സ് ആയാലും. ഇന്ന് നമ്മൾ പഠിക്കുന്ന ബ്ലഡ് വെസൽസിനും തീം ഒന്ന് തന്നെയാണ്, സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അത് ഏത് ബോൺ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കെൽട്ടൻ ഫ്രം ദി സ്കള്ള് മുതൽ താഴെയുള്ള ടോസ് വരെയുള്ള ബോൺ സ്ട്രക്ചറുമായിട്ട് റിലേറ്റഡ് ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസും എന്ന് നിങ്ങൾ മറന്നേക്കും. അപ്പൊ ഇതൊന്നും മീനിങ് ഇല്ലാതെ വെറുതെ ഒരു ബ്ലഡ് വെസൽസിൽ എവിടെ എന്താ പറയണ്ടേ, വെരിക്കോസിറ്റി ഉണ്ടായി, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്ലിബൈറ്റീസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ആർട്രൈറ്റീസ് ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ വെറുതെ മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു റാൻഡം ആയിട്ടുള്ള ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഒക്കറൻസ് അല്ല എന്നാണ് GNM നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് വളരെ വളരെ ശരിയാണെന്ന് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിന്നും എനിക്ക് അത്ര ഉത്തമ ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് ഇത്ര ധൈര്യമായിട്ട് അല്ലെങ്കിൽ ഇത്ര കൺവിക്ഷനോടുകൂടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാനിത് പങ്കുവെക്കുന്നത്. അപ്പൊ അതിനെനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം ഉപയോഗത്തിന്, ഇത് പല പ്രാവശ്യം പറഞ്ഞുള്ള വാക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ യുവർ ഓൺ ഹെൽത്ത് എന്ന് നമുക്ക് പറയുന്ന, നെക്സ്റ്റ് യുവർ ഡിയർ ആൻഡ് നിയർ വൺസ്, ആൻഡ് ഇഫ് യു ആർ എ പ്രാക്ടീഷണർ ഫോർ യുവർ ക്ലയൻസ്, ആൻഡ് ഇഫ് യു ആർ ഹാവിങ് വൈഡർ എന്താ പറയണ്ടേ, ബാക്ക് ഡ്രോപ്പ്, അല്ലെങ്കിൽ വൈഡർ സ്ക്രീൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് ഉണ്ടെങ്കിൽ യു ക്യാൻ സ്പ്രെഡ് ദിസ് നോളജ്
അക്രോസ് ദി ഗ്ലോബ്. അപ്പോൾ അതിനും നിങ്ങൾക്ക് സാധിക്കും. ഇതൊരു വളരെ 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 അത്ഭുതകരമായിട്ടുള്ള ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു അറിവാണ്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ നിങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്യുക, 10 പേരോടെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുക, പ്രചരിപ്പിക്കുക. അത് നിങ്ങളുടെ കർത്തവ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ എന്താണ് ഞാൻ ഈ പറയുന്ന സെൽഫ് ഡീവാലുവേഷൻ? അപ്പൊ അത് പല രീതിയിൽ നമുക്കൊരു ലൈഫ് ലൈനിൽ, അല്ലെങ്കിൽ ഒരു ലൈഫ് ഒരാളുടെ പ്രത്യേക ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഈ സെൽഫ് ഡീവാലുവേഷൻ പല രീതിയിലാണ് ഉണ്ടാവുക, മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് അനുഭവപ്പെടുന്നത്, അയാൾ ടേക്ക് അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണത്. ചിലപ്പോൾ ഒരാൾക്ക് തോന്നുവാണ്, എനിക്കൊന്നിനും വയ്യ, അല്ലെങ്കിൽ ഞാൻ വീക്കാണ്, എനിക്ക് ബലമില്ല, അല്ലെങ്കിൽ ഞാൻ വളരെ തളർന്നുപോയി എന്നൊക്കെ പറയും. ഐ എം വീക്ക് എന്ന് പറയുന്നത് തന്നെ അയാൾക്ക് സെൽഫ് ഡീവാലുവേഷൻ ആണ്. അപ്പോൾ ബ്ലഡ് വെസൽസിലൊക്കെ ചേഞ്ചസ് വന്നേക്കാം. എന്നിട്ട് ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടാണ് അയാൾക്ക് വീക്ക്നെസ് ഉണ്ടായെന്ന് പറയരുത് GNM പഠിച്ച ഒരാൾക്ക്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഒരു എക്സാമിനേഷൻ അയാൾ ഫെയിലായി, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു, അത് അയാൾക്ക് കിട്ടിയില്ല, അയാൾ ഫെയിലായി, അല്ലെങ്കിൽ കണ്ടസ്റ്റ് ചെയ്തു, അല്ലെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എഴുതി, അയാൾക്ക് അത് കിട്ടിയില്ല, സോ ഐ ഫെയിൽഡ്. അത് ബ്ലഡ് വെസൽസിനെ ബാധിക്കുന്ന രോഗമായിട്ട് വരാം. അത് ബോണിനെ ബാധിക്കാം, വളരെ ഇന്റൻസ് ആണെങ്കിൽ മസിലിനെ ബാധിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ ലിംഫ് വെസൽസിനെ ബാധിക്കാം, എല്ലാം ബാധിക്കാം, ബ്ലഡ് വെസൽസിനെയും ബാധിക്കും. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്റ്റീവ് ടിഷ്യൂ പറഞ്ഞു, ലിംഫ് ടിഷ്യൂ പറഞ്ഞു, സോറി ഫാറ്റ് ടിഷ്യൂ പറഞ്ഞു. ഇതെല്ലാം ഓൺലി വേരിയിങ് ഇൻ ഇറ്റ്സ് ഇന്റൻസിറ്റി. തീം ഒന്ന് തന്നെയാണ്, സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ്. അല്ലെങ്കിൽ ഒരാൾ വിചാരിക്കുകയാണ് ഐ കനോട്ട് പെർഫോം, ഞാൻ ചെയ്തിട്ട് ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല എന്നുള്ളതും എല്ലാം സെൽഫ് ഡിവാലുവേഷൻ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു സെൽഫ് ഡിവാലുവേഷൻ നമ്മുടെ റെപ്പർട്ടറിയിൽ എങ്ങനെയാണ്. ഞാൻ എപ്പോഴും എടുക്കുന്നത് കോൺഫിഡൻസ്, വാണ്ട് ഓഫ് സെൽഫ് ഡിപ്രീസിയേഷൻ എന്നുള്ള റൂബ്രിക്കാണ് സാധാരണ എടുക്കാറുള്ളത്. അൺലെസ് ഹി ഈസ് വെരി തോട്ട്സ് ഓഫ് സൂയിസൈഡ്, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് എന്നൊക്കെയുള്ള വലിയ എക്സ്ട്രീം ആയിട്ട് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മസിൽസിലേക്കൊക്കെ പോകേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നമ്മുടെ ബ്ലഡ് വെസൽസിൽ വരാം. ഐ ആം എ ഫെയിലിയർ, ഡെല്യൂഷൻ, ഫെയിലിയർ, ഐ ആം, അതൊരു ഒരു ഡെല്യൂഷനാണ്, അതൊരു ഫീലിംഗ് ആണ്. അതൊക്കെ ഈ സെൽഫ് ഡിവാലുവേഷൻ. അപ്പൊ ഞാനൊരു ഫെയിലിയർ ആണ്, ഞാൻ വീക്കാണ്, എനിക്കൊന്നിനും കഴിവില്ല, ഞാൻ പരാജയപ്പെട്ടവനാണ്, ഞാൻ എന്ത് ചെയ്താലും പരാജയപ്പെടും, അങ്ങനെയൊക്കെ റൂബ്രിക്സ് ഉണ്ട് നമുക്ക്. വാട്ട് എവർ ഐ ഡു ഐ എം എ ഫെയിലിയർ ഇൻ മൈ ലൈഫ്, അല്ലെ ഡെല്യൂഷൻ, വർത്ത്ലെസ്, ഡെല്യൂഷൻ, ഫെയിലിയർ, ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനായിട്ടാണ് പറയുന്നത്. നമുക്ക് റൂബ്രിക്സ് ആയിട്ട് എടുത്ത് ഈ വ്യക്തിയുടെ ഇന്റൻസിറ്റി ഓഫ് ദി സെൽഫ് ഡിവാലുവേഷനുമായിട്ട് ചേരുന്നുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് മെഡിസിനിലേക്ക് എത്തി ആ വ്യക്തിയെ രക്ഷപ്പെടുത്താണ്ട് സാധിക്കും. ഓൾവേസ് റിമെമ്പർ, ഇറ്റ് ഈസ് നോട്ട് ഫോർ ദാറ്റ് പർട്ടിക്കുലർ സിംറ്റം. ആ ഒരു പർട്ടിക്കുലർ സിംറ്റത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ, അല്ല മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടല്ല. ഹോമിയോപ്പതിയോ അങ്ങനെയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. GNM ഒട്ടുമേയല്ല. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. എൻ്റെ ക്ലിനിക്കിൽ ഒരു ദിവസം ഏറ്റവും ചെറിയ 1-2 പ്രാവശ്യങ്ങൾ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ മഴക്കാലമാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്, എന്നാലും മഴക്കാലമാണ്. ഞാൻ AC സാധാരണ 24 നിന്ന് 16 ഇട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഫാനും വർക്ക് ചെയ്യുവാണ്. ഇന്നിപ്പം കേരളത്തിൽ ചിലടത്ത് ഭയങ്കര മഴ വന്നിട്ടുണ്ട്, ഭയങ്കര തണുപ്പാണ്. അപ്പൊ എനിക്ക് ഈ ഫാൻ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഈ മേശപ്പുറത്ത് കയറി നിന്നിട്ട് ഈ ഫാൻ ബ്ലേഡ് പിടിച്ച് നിർത്തുവല്ല ചെയ്യും. ബുദ്ധിയുള്ളവര് ഈ പവർ അങ്ങോട്ട് ചെന്നിട്ടാണ് ആ ഇന്നസെന്റ് ആയിട്ടുള്ള, ഇൻഡിഫറന്റ് ആയിട്ടുള്ള ആ ഒരു മെഷീൻ കറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഓർത്തുകൊള്ളുക, നമുക്ക് ഈ പവർ ഓഫ് ചെയ്താൽ ആ ഫാൻ നിൽക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകം മുഴുവനും എങ്ങനെ ഈ സിംറ്റം മാറ്റാമെന്ന് പറയും. വേദന മുതൽ, പനി മുതൽ, തലവേദന മുതൽ, ഛർദി മുതൽ, വയറിളക്കം മുതൽ, ട്യൂമർ മുതൽ, ഹൈപ്പർ ടെൻഷൻ മുതൽ, ഏത് സിംറ്റം ഇല്ലാതാക്കുന്നതാണ് ചികിത്സ എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ദൗർഭാഗ്യം കൊണ്ട് നമ്മൾ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ ഈ ഫാനിനെ ഇല്ലാതെ ആകണം, അപ്പൊ നമ്മൾ എങ്ങനെ ഫാനിനെ പിടിച്ചു നിർത്തണം, ഇതുപോലെ തന്നെ അല്ല, അതിന്റെ ഒരു കാരണമുണ്ട്. ആ കാരണത്തെയാണ് നമ്മൾ നിർത്തേണ്ടത് എന്ന് ഈ ലോകത്തോട് വളരെ കൃത്യമായും വ്യക്തമായിട്ടും ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നു. അത് വെറുതെ പറയുകയല്ല ചെയ്യുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പഠിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ആർട്ടറീസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കും. ആർട്ടറിയുടെ കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞു. ആർട്ടറിയിൽ ഉണ്ടാകുന്ന എല്ലാ സോക്കോൾഡ് പത്തോളജി, എല്ലാ ചേഞ്ചസിന്റെയും കാരണം സെൽഫ് ഡിവാലുവേഷൻ കാരണമാണ്, അല്ല സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ സ്പെസിഫിക് ആർട്ടറി, നമ്മൾ തല മുതൽ കാല് വരെ പോകുമ്പോൾ ഒരു സ്പെസിഫിക് ആർട്ടറിയിൽ ഉണ്ടാകുന്ന
സോ കോൾഡ് പത്തോളജിയുടെ കാരണം ആ പർട്ടിക്കുലർ സ്കെൽറ്റൻ വയേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കുക. നമുക്ക് റിലേഷൻഷിപ്പ് ആണ്, ഷോൾഡർ, സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് സെൽഫ് ഇന്റലക്ച്വൽ സെൽഫ് ഇവാലുവേഷൻ ആണ്. എന്തെങ്കിലും എന്താ പറയുക, ഡോട്ട്സൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് കോർ ഓഫ് ദി ഇൻഡിവിജ്വലിനെ ബാധിക്കുന്ന സെൽഫ് ഡിവാലുവേഷൻ ആണ്. സ്റ്റിൽ ലോവർ ലംബാർ റീജിയനിൽ നമ്മൾ സപ്പോർട്ട്, വാണ്ട് ഓഫ് സപ്പോർട്ട് ആണ്. ഹിപ്പ് ജോയിന്റിൽ ഇറ്റ് ഈസ് എൻഡ്യൂർ ആണ്, ഐ കെ നോട്ട് എൻഡ്യൂർ ആണ്. ഇത് റിലേഷൻ ടു മൈ പാർട്ട്ണർ, റിലേഷൻ ടു മൈ ചിൽഡ്രൻ ഓർ മദർ. ഇങ്ങനെ ആ സ്പെസിഫിക് സ്കെൽട്ടന്റെ ആ ഒരു കമ്പാരിസണിലാണ് നമ്മൾ അവിടെ ആ പ്രത്യേക ഭാഗത്തുള്ള ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന സെൽഫ് ഡിവാലുവേഷനെ കുറിച്ച് പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പലപ്പോഴും ആർട്ടറിയിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഡിവാലുവേഷൻ ഇങ്ങനെയായിരിക്കും. ഒരു ആർട്ടീരിയൽ ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫീമറിന്റെ റീജിയനിൽ ഒരു ആർട്ടറിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഐ ഹാഡ് എൻ ആക്സിഡന്റ് ഫോർ എക്സാമ്പിൾ, സോ ഐ ആം നോട്ട് ഏബിൾ ടു മൂവ്, അല്ലെങ്കിൽ ഐ ആം കമ്പൽഡ് ടു ബി കൺഫൈൻഡ് ടു മൈ ബെഡ്. നിങ്ങൾ 10 ആഴ്ച അല്ലെങ്കിൽ 90 ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കണമെന്ന് പറയുകയാണ്. ഓ മൈ ഗോഡ്, ഇനി എനിക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു സെൽഫ് ഡിവാലുവേഷൻ ആണ്. അത് ആ ഭാഗത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അവിടെ രക്തക്കുഴലുകൾ ചിലപ്പം ഉയർത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രോഗങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ അവിടെ ഒരു സർജറി നടന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടന്നു, ഇതിനൊക്കെ ശേഷം ഐ ആം കൺഫൈൻഡ് ടു ബെഡ്, അല്ലെങ്കിൽ എൻ്റെ വില കുറഞ്ഞു, മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ ഒരു സിക്ക് പേഴ്സൺ ആണ്, ഐ എം കൺഫൈൻഡ് ടു മൈ ബെഡ്, ബെഡിൽ കിടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് നടക്കത്തില്ല. അപ്പൊ നടക്കാൻ കൊള്ളത്തില്ലാത്തതിന് എന്തുകൊള്ള എൻ്റെ വില പോയില്ലേ. അപ്പൊ നടക്കാൻ പറ്റാത്ത ഒരു അംഗവൈകല്യമുള്ള ഒരാളെ പോലെ നമുക്ക് നമ്മളോട് തന്നെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് റിക്കവറി ചെയ്തു വരാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. നമ്മൾ കണ്ടുപിടിക്കുന്ന പത്തോളജി സോക്കോൾഡ് ആ ആർട്ടറിയിലായിരിക്കും. ഇപ്പൊ ഫീമറൽ കേസ് ഞാൻ പറഞ്ഞു, അത് ഫീമർ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടക്കുന്ന ഭാഗമാണ്. അത് തന്നെയാണ് നമ്മുടെ ടിബിയയിലും. ടിബിയ ചിലപ്പോൾ മുട്ടിന് താഴെയായിരിക്കും ഇഞ്ചുറി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ആംഗിൾ റീജിയനിൽ ഒരു ഇഞ്ചുറി ഉണ്ടായി, നമുക്ക് വലിയ ബാൻഡേജ് അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഒരു വലിയ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുകയാണ്. 90 ദിവസത്തേക്ക് 6 മാസത്തേക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ എന്താണ്, 90 ദിവസത്തേക്ക് കാലം അനക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞ് നമുക്ക് പ്ലാസ്റ്റർ കട്ട് ചെയ്തിട്ട് നോക്കാം. ഇതൊക്കെ വല്ലാതെ സെൽഫ് ഡിവാലുവേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് അതിന് കണക്കായിട്ടുള്ള ചേഞ്ചസ് ആ ആർട്ടറിയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നമ്മൾ വയറിലേക്ക് കിടക്കുകയാണെങ്കിൽ, വയറിനകത്തും അബ്ഡോമിനൽ, നിങ്ങൾക്ക് പടത്തിൽ കാണുന്ന പോലെ തൊറാസിക് അയോർട്ട, അബ്ഡോമിനൽ അയോർട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യുവാണ്. പിന്നെ അതിന്റെ ആർട്ടറിയൽ, റീനൽ ആർട്ടറി ഉണ്ട്, പെൽവിക് ആർട്ടറി ഉണ്ട്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ഏരിയയിലുള്ള അബ്ഡോമിനൽ അയോർട്ട ഫോർ എക്സാമ്പിൾ, അപ്പൊ നിങ്ങൾക്ക് അബ്ഡോമിനൽ അയോർട്ടയിൽ അവിടെയാണ് ഒരു അന്യൂറിസം ഉണ്ടാകും. അപ്പോൾ വളരെ ഡെഫിനറ്റ് ആണ് നിങ്ങൾക്ക് അബ്ഡോമിനൽ പ്രോബ്ലം ആണ് സെൽഫ് ഡിവാലുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തെല്ലാമാണ് സാധാരണ അബ്ഡോമിനൽ കംപ്ലൈൻസ് ഉണ്ടാക്കുന്ന സെൽഫ് ഡിവാലുവേഷൻ? ഒരു വളരെ മേജർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് എൻ്റെ മേലെ സ്റ്റാമ്പ് ചെയ്തിരിക്കുകയാണ് കൺവെൻഷണൽ മെഡിസിൻ സർജനോ ഡോക്ടറോ. എന്താണ്, നിങ്ങൾ ക്രോൺസ് ഡിസീസ് ഫോർ എക്സാമ്പിൾ, ക്രോൺസ് ഡിസീസ്, എന്നും വയറ്റിൽ നിന്ന് ചോരയും ചളിയും പോകുന്നു, എന്നും വയറുവേദന വരുന്നു, തിന്നാൻ ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ വേറൊന്നുണ്ടല്ലോ, കുറച്ചു സമയം വയറിളകും, കുറച്ചു സമയം വയറിളകും, എന്താ പറയുക, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അപ്പൊ ഇങ്ങനെയുള്ള ഒരിക്കലും ഇത് നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കി AI ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, കുറച്ച് ഹോമിയോപ്പതി പറയുക, അവിടുന്ന് നമുക്ക് റിസൾട്ട് കിട്ടുവാണ് ദിസ് ഈസ് ഇൻക്യൂറബിൾ, യു ആർ ഗോയിങ് ടു ബി ഡൂംഡ് വിത്ത് ദിസ് ഡയഗ്നോസിസ്, തീർന്നു. പിന്നെ ജീവിതത്തിലെ സെൽഫ് ഡിവാലുവേഷൻ വരാനായിട്ട് വലിയ. അപ്പോൾ എന്താണ്, അബ്ഡോമിനൽ അയോർട്ടയിലായിരിക്കും ഒരു ചേഞ്ചസ് വരും. മനസ്സിലായോ? ഒരാൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു അബ്ഡോമിനൽ പ്രോബ്ലം. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഒരു ഈ കഴിഞ്ഞ ദിവസം വന്നൊരു ക്യാൻസർ കേസാണ്. മകന് ഒരു ഹെർണിയ ഉണ്ടായിരുന്നു, ഒറ്റ മോനേ ഉള്ളൂ. അമ്മയുടെ ക്യാൻസർ കാണിക്കാനാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ അമ്മയുടെ ക്യാൻസർ എങ്ങനെയാ തുടങ്ങിയത്? അമ്മയുടെ ക്യാൻസർ തുടങ്ങിയത് അബ്ഡോമിനൽ അസൈറ്റിസം, കംപ്ലീറ്റ് വയറ് മുഴുവൻ നിറഞ്ഞു വീക്കം. അപ്പൊ GNM കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് അസൈറ്റിസ് ഈസ് എ കുഷനിങ് ബിസിനസ്. ആ അബ്ഡോമിനൽ ബിസിനസ്, അബ്ഡോമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുഷനിങ് നടത്തിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി ഇത് ടാപ്പ് ചെയ്ത് വെള്ളമൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ പിന്നെ അവർ കണ്ടുപിടിച്ചു അമ്മയുടെ വയറ്റിൽ മുഴുവൻ ലിംഫാറ്റിക് എൻലാർജ്മെന്റ് ആണ്. എന്താ കാരണം? സെൽഫ് ഡിവാലുവേഷൻ. അപ്പോൾ ഒമന്റം എന്ന് പറയുന്ന പെരിട്ടോണിയൽ ലിംഫ് ഗ്ലാൻസിൽ മുഴുവനും ക്യാൻസർ ബാധിച്ചു എന്നാണ് പറയുന്നത്. സംഗതി എന്താണ്, എനിക്ക് മാത്രം, അല്ലെങ്കിൽ GNM പഠിച്ച ഒരാൾക്ക് മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. ഏക മകൻ, അവൻ കല്യാണം കഴിക്കാതിരിക്കുകയാണ്,
അപ്പൊ അവന്റെ വയറ്റിലുള്ള ഹെർണിയ, ഇൻഗ്യുനൽ ഹെർണിയ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ അമ്മ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, എടാ നീ അത് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചോണ്ടിരുന്ന വലിയ പ്രശ്നമാകും, നീ ഓപ്പറേറ്റ് ചെയ്ത്. പക്ഷെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഡേറ്റ് അടുക്കുന്തോറും അമ്മയുടെ വയറ്റിലാണ് ഫ്ലൂയിഡ് കെട്ടിക്കിടന്നത്. GNM പഠിച്ചിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം അമ്മ ആ മകന്റെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ മകന്റെ ശരീരത്തിൽ കത്തിവെക്കുന്നത് ആ അമ്മ സ്വന്തം ശരീരത്തിൽ അല്ലെങ്കിൽ സ്വന്തം മനസ്സിൽ അത് ഏറ്റെടുത്തു എന്നതാണ് GNMന്റെ എക്സ്പ്ലനേഷൻ, അല്ലെ എന്റെ എക്സ്പ്ലനേഷൻ. അങ്ങനെയാണ് ആ അമ്മയ്ക്ക് അസൈറ്റീസ് ഉണ്ടായത്. അത് ഫ്ലൂയിഡ് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വയറുണ്ട്. അമ്മയെ ക്യാൻസർ രോഗിയായിട്ട് ഡയഗ്നോസ് ചെയ്തല്ലേ, സ്റ്റാമ്പ് ചെയ്തു. എന്താ സംഭവിച്ചത്? ഒമ്മന്റെ മുഴുവൻ സ്പ്രെഡ് ചെയ്തു. ഒമ്മന്റെ മുഴുവൻ സോളനാണ്, അവിടെയുള്ള ലിംഫാറ്റിക് ഗ്ലാൻസ് മുഴുവനും അതെല്ലാം റിമൂവ് ചെയ്തു. പിന്നെ ഇൻഡസ്റ്റൈനിൽ കുറേയേറെ മാറ്റി. സംഭവം എന്താണ്? മകന്റെ മേലെ കത്തി വെക്കുന്നത് ഒരു അമ്മയ്ക്കുണ്ടായ മാനസികമായ സംഘർഷമാണ്. ഡോക്ടർ ഹാമർ അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അതായത് കോൺഫ്ലിക്ട്സ് ക്യാൻ ബി ഷെയർഡ്. ഇന്നും ജനങ്ങൾക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഒരു വീട്ടില് ഒരാൾക്ക് ഒരു രോഗം വന്നാൽ മറ്റേതിലേക്ക് വരുന്നത്. വൈറസ് പകരുന്നു, അല്ലെങ്കിൽ ബാക്ടീരിയ പകരുന്നു, എപ്പിഡെമിക്, കണ്ടേജിയസ് എന്നൊക്കെ പറയും. ഇതൊന്നും ഇല്ലെന്ന് ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തുമാത്രം സത്യമാണെന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. നിങ്ങൾ ആ അബ്ഡോമിനൽ അയോർട്ടയിലേക്ക് തിരിച്ചു വരിക. അബ്ഡോമിനൽ അയോർട്ടയിലാണ് ഒരു പ്രോബ്ലം, സോ കോൾഡ് പത്തോളജി ഉണ്ടാകുന്നത്. നിങ്ങൾ ഓർത്തോളുക, ഇയാൾക്ക് സ്ഥിരമായിട്ടൊരു അബ്ഡോമിനൽ പ്രോബ്ലം ഉണ്ട്. സെൽഫ് ഡിവാലുവേഷൻ ആണ്. ചിലപ്പോൾ അബ്ഡോമിനൽ പെയിൻ ആയിരിക്കും, ഡയഗ്നോസ് ചെയ്യാത്ത ക്രോണിക് ആയിട്ടുള്ള ഒരു അബ്ഡോമിനൽ കംപ്ലൈന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. മലം പോകുന്നില്ല, അപ്പോൾ വയറിൽ എന്തോ കുഴപ്പമുണ്ടെന്നാ പറയുന്നത്. മലം പോയിട്ടില്ലെങ്കിൽ മലം ബന്ധം ഉണ്ടാകണമെങ്കിൽ ഇൻഡസ്റ്റൈൻ എന്തോ കുഴപ്പമുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന സിൻഡ്രോം, IBS, അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് ഒക്കെ. ഇനി എന്തെങ്കിലും ഒരു കോളനിക് സർജറി, ഇപ്പൊ കോളൻ മുറിച്ചു കളഞ്ഞു, കോളനിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ പത്തോളജി, സോ കോൾഡ് റെക്ടൽ ക്യാൻസർ, അല്ലെങ്കിൽ കോളൻ ലാർജ് ഇൻഡസ്റ്റൈനിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തു. സോ ഐ എം ഡയഗ്നോസ്ഡ് ആസ് എ ക്യാൻസർ പേഷ്യന്റ്. അപ്പൊ സെൽഫ് ഇവാലുവേഷൻ ആയി. ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ പത്തോളജി. നമ്മൾ ഇന്ന് പഠിക്കുന്നത് വെസൽസിനെ കുറിച്ചാണെന്നുള്ള ഓർക്കുക. എന്തോ പ്രശ്നം എന്റെ കാര്യമായിട്ട് എന്റെ വയറിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വയറിനെ സംബന്ധിച്ചുള്ള ആർട്ടറി ബാധിക്കും എന്നാണ് ചുരുക്കം പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലെ തന്നെ തൊറാസിക് അയോർട്ടയിലേക്ക് വന്നത് നിങ്ങൾക്ക് ആ കർവ് കാണാൻ പറ്റും. തൊറാസിക് അയോർട്ട ആ ഹാർട്ടിന്റെ ഏരിയയുടെ താഴെ കാണുന്നതാണ് തൊറാസിക് അയോർട്ട. ഇപ്പൊ തൊറാസിക് അയോർട്ടയില് ഏതെങ്കിലും ഒരു ക്രോണിക് ആയിട്ടുള്ള ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഒരു തൊറാക്സ് പ്രശ്നം, അത് ചെസ്റ്റ് റിലേറ്റഡ് ആവാം, ലങ്സ് റിലേറ്റഡ് ആവാം, ഹാർട്ട് റിലേറ്റഡ് ആവാം, ഏതെങ്കിലും ഒരു പത്തോളജി കണ്ടുപിടിച്ചാൽ തീർന്നു അവിടെ സെൽഫ് ഡിവാലുവേഷൻ. ആ സെൽഫ് ഡിവാലുവേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ തൊറാസിക് അയോർട്ടയിലാകാം. അപ്പോൾ ഒരു ചെസ്റ്റ് ഡിസീസിനെ കുറിച്ചുള്ള ബോധ്യം, അല്ലെങ്കിൽ അറിവ്, അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്ത ഡയഗ്നോസിസ്, ഇതൊക്കെയാണ് അതിന് കാരണം. ഇത് റീനൽ ഏരിയയിലേക്ക് നിങ്ങൾക്ക് താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്നതാണ് റീനൽ ആർട്ടറീസ്. അപ്പൊ റീനൽ ആർട്ടറീസിന്റെ പ്രോബ്ലം എന്തെങ്കിലും അവിടെ ഇതെല്ലാം വരാം, അന്യൂറിസം വരാം, ഞാൻ അതിലേക്ക് വരാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഓർത്തോളുക, അത് റീനൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഡിവാലുവേഷൻ ആണ്. അപ്പോൾ പെൽവിക് ഏരിയയിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, കിഡ്നി മാത്രമല്ല, ആ റീനൽ ആർട്ടറി മറ്റ് ആ റീജിയനിലുള്ള ഏരിയയിലുള്ള ഓർഗൻസിനെല്ലാം സപ്ലൈ ചെയ്ത്, ഇത് കിഡ്നിയുടെ റീനൽ ആർട്ടറി ഞാൻ പറയും. അപ്പം സബ്ക്ലേവിയൻ ആർട്ടറി, നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സബ്ക്ലേവിയൻ ആർട്ടറീസ്. അവിടെയും സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അത് ഏത് വശത്തെ ബ്രാഞ്ചിങ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ആണെങ്കിൽ അത് പാർട്ണർ റിലേറ്റഡ് ആണ്, പ്രൊവൈഡഡ് റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ. റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഷോൾഡറിലേക്ക് പോകുന്ന സബ്ക്ലേവിയൻ ആർട്ടറി ഓർത്തോളുക. ഐ ആം എ ഫെയിലിയർ ആസ് എ ഫാദർ ഓർ ആസ് എ യെസ് പേരന്റ്. ഇവിടെ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഐ എം എ ഫെയിലിയർ ആസ് എ പാർട്ണർ, അല്ലെങ്കിൽ ആസ് എ സൺ, എൻ്റെ ഫാദറുമായിട്ടുള്ളതാണെങ്കിൽ. മദറുമായിട്ടുള്ളതാണെങ്കിൽ ലെഫ്റ്റ് സൈഡ്. ഇനി എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി, നിങ്ങൾക്ക് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി, എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. അപ്പൊ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആണെങ്കിൽ അത് കഴുത്തിലാണ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന സോക്കോൾഡ് പത്തോളജി മുഴുവനും ഇന്റലക്ച്വൽ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി, സെറിബ്രൽ ആർട്ടറീസ് അല്ല. അപ്പൊ ഇവിടെ വരുന്ന ഏത് അന്യൂറിസം, അല്ലെങ്കിൽ ഏത് പത്തോളജി, അല്ലെങ്കിൽ അവിടെ ട്യൂമർ വന്നു, അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊള്ളുക. അല്ലെങ്കിൽ അവിടെ ബ്ലോക്കേജ് വന്നു, അല്ലെങ്കിൽ ഒരു ത്രോംബോസിസ് വന്നു, അല്ലെങ്കിൽ റപ്ചർ വന്നു, ഓർത്തോളുക, ഇത് ഇന്റലക്ച്വൽ സെൽഫ് ഡിവാലുവേഷൻ ആണ് കോൺഫ്ലിക്റ്റ്. എന്താണ് ഇന്റലക്ച്വൽ സെൽഫ് ഡിവാലുവേഷൻ? ഐ ആം നോട്ട് ഓക്കെ വിത്ത് മൈ ഇന്റലിജൻസ്, മൈ പെർഫോമൻസ്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഐ എം നോട്ട് ഇന്റലിജന്റ് ഇനഫ്.
എനിക്ക് ബുദ്ധി ഇല്ലാതെ ആയിപ്പോയി, ഞാനൊരു മണ്ടനായിപ്പോയി, ഞാനൊരു മണ്ടത്തരമാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്ന് വല്ലാതെ ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും സാഹചര്യം ഉള്ളപ്പോഴാണ് ഈ പറയുന്നത് ഇത് വരുന്നത്. അപ്പോൾ ഒരു പലപ്പോഴും ഏജ് ഒക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മളെ CT സ്കാൻ ചെയ്തു അല്ലെങ്കിൽ നമ്മളോട് പറയുവാണ് നിങ്ങളുടെ ബ്രെയിൻ മുഴുവൻ പോയി കിടക്കുക, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിമെൻഷ്യ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അൽഷൈമേഴ്സ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയാളുടെ ഓൾറെഡി ഉള്ള മെമ്മറി ലോസ്, അതിന് കാരണം വേറെയാണ്. GNM പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡിമെൻഷ്യയുടെ കൂടെ ഈ സെൽഫ് ഡീവാലുവേഷൻ കൂടെ വരുമ്പോഴത്തേക്കും അയാൾ ഒരു ഫെയിലിയർ ആയിട്ട് തന്നെ മാറും. അപ്പോൾ ഈ ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ഏരിയ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷണൽ തീമും നമുക്ക് വരാവുന്നു. എൻ്റെ ബ്രെയിൻ വേണ്ട രീതിയിൽ ഓക്സിജനേറ്റഡ് അല്ല, അതെല്ലാം എന്താ പറയണ്ടേ, ഡീജനറേറ്റഡ് ആയി, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഓഫ് ദി ബ്രെയിൻ അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ്, ഇങ്ങനെയൊക്കെയുള്ള പല ഡയഗ്നോസിസും നമ്മളെ പിന്നെയും പിന്നെയും കോൺഫ്ലിക്റ്റഡ് ആക്കും, കൂടുതൽ കൂടുതൽ കോൺഫ്ലിക്റ്റഡ് ആവുകയും അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വറി ഉണ്ടാക്കുകയും ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ RTS കുറിച്ച് കുറച്ചുകൂടെ പറയുമ്പോഴത്തേക്കും കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ഈ ടിഷ്യൂ എക്സെപ്റ്റ് ദി ഒറിജിനൽ അല്ല, എക്സെപ്റ്റ് ദി ഫസ്റ്റ് ലെയർ, അതായത് എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂസ് അല്ലാത്ത എല്ലാ ടിഷ്യൂസും controlled by the cerebellum, controlled by the cerebral medulla, controlled by the cerebral cortex, ഈ 3 കാറ്റഗറീസിലുള്ള ടിഷ്യൂസിനെല്ലാം ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ ഈസ് സെല്ലുലാർ ഡിപ്ലീഷൻ അല്ലെങ്കിൽ സെൽ ലോസ്. അത് ആർട്ടീരിയൽ വാൾ, ബിക്കോസ് വി ആർ നൗ ടോക്കിംഗ് അബൌട്ട് ദി വെസൽസ്. ആ വെസൽസിന്റെ ആർട്ടീരിയൽ വാളിൽ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അത് അതിന്റെ ബയോളജിക്കൽ പർപ്പസ് ആണ്. ഇൻ ഓർഡർ ടു അലോ മോർ ഫ്ലോ ഓഫ് ബ്ലഡ്. ഇതാണ് അതിന്റെ കാരണം. ഇപ്പൊ സിവിയറിറ്റി എപ്പോഴും ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോൺഫ്ലിക്റ്റ് ഇന്റൻസിറ്റി, എത്ര തീവ്രമാണ് നമ്മളുടെ കോൺഫ്ലിക്റ്റ്, എത്ര കാലം നീണ്ടു നിൽക്കുന്നു എന്നുള്ള ഈ 2 കാര്യങ്ങളാണ് അവിടെയുള്ള പത്തോളജി എന്ന് പറയുന്ന ആ ഒരു ചേഞ്ചസിനെ അല്ലെ മാനിഫെസ്റ്റേഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കോൺഫ്ലിക്റ്റ് മാസ് എന്നാണ് പറയുന്നത്. 1 ഈസ് അതിന്റെ ഇന്റൻസിറ്റി, നമ്പർ 2 ഈസ് ഇറ്റ്സ് ഡ്യൂറേഷൻ. ഇത് രണ്ടും കൂടെ വരുന്ന അതിനാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മൂത്ത് മസിൽസ് എപ്പോഴും ഹാർഡൻഡ് ആവും. അത് പ്രിവെന്റ് റപ്ചർ ചെയ്യാനായിട്ട്, അത് നമ്മൾ കോമ്പൻസേഷനിലാണ് വരുന്നത് അല്ലെങ്കിൽ ഹീലിംഗ് സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന റപ്ചർ ഇമ്മീഡിയറ്റ്ലി ഹീൽഡ് ആകുമ്പോൾ അവിടെയെല്ലാം റിപ്പയറിംഗ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ആർട്ടറി റപ്ചർ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ബോഡി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം. പക്ഷെ ഇത് നീണ്ടു പോയി കഴിഞ്ഞാൽ കുറേയേറെ പ്രൊലോങ്ഡ് ആയി ഈ കോൺഫ്ലിക്റ്റ് മാറുന്നില്ലെങ്കിലാണ് അവിടെ ഈ പറയുന്ന വീക്ക്നെസ് ഓഫ് ദി വെസൽ വാൾ, ആർട്ടീരിയൽ വെസൽ വാൾ, അതിനാണ് നമ്മൾ അന്യൂറിസം എന്ന് പറയുന്നത്. പലയിടത്തും പല അയോർട്ടിക് അന്യൂറിസം ആണെങ്കിൽ ഭയങ്കര ഡാമേജിങ് ആണ്. റീനൽ ആർട്ടീരിയൽ അന്യൂറിസം ആണെങ്കിൽ സീരിയസ് എന്നൊക്കെ പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് കോൺഫ്ലിക്റ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓർഗൻ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ GNM പ്രാക്ടീഷണറെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അബ്ഡോമിനൽ വിസറയിൽ, അബ്ഡോമിനൽ ഓർഗൻസിന് എന്തെങ്കിലുമൊക്കെ സെൽഫ് ഡീവാലുവേഷൻ കാര്യമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ പറയുന്ന രീതിയിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ സെർവിക്കലാണെങ്കിൽ ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞു, അത് സെൽഫ് ഡീവാലുവേഷൻ, ഇന്റലക്ച്വൽ സെൽഫ് ഡീവാലുവേഷൻ. അപ്പോൾ അന്യൂറിസത്തിന് എപ്പോഴും ഒരു റിസ്ക് ഓഫ് റപ്ചർ ഉണ്ട്, പൊട്ടാൻ സാധ്യത കൂടുതലുള്ളതാണ്. എസ്പെഷ്യലി ഒരു ട്രാഫിക് ആക്സിഡന്റ് വന്നു, അല്ലെങ്കിൽ വല്ലാത്തൊരു ടോർഷൻ, വല്ലാത്തൊരു എക്സേർഷൻ, അൺഡ്യൂ ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് റപ്ചർ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് വിഗറസ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്യാനായിട്ട് അലോ ചെയ്യണം, അല്ലാതെ ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകരുത്. അതുകൊണ്ട് ചില കേസുകളിൽ ഡോക്ടർ ഹാമർ സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ റിസ്ക് ഒഴിവാക്കാനായിട്ട്, റപ്ചർ റിസ്ക് ഒഴിവാക്കാൻ, കാരണം റപ്ചർ ഈസ് ഫേറ്റൽ, ബ്ലഡ് വല്ലാതെ യൂസ് ചെയ്ത് പോയേക്കാം. അതുകൊണ്ട് അന്യൂറിസം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ either you go for the surgery, അത് ഡോക്ടർ ഹാമർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ most of the cases you try to resolve the conflict and see whether it is improving and it is symptom free. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ വിഗറസ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒഴിവാക്കണം. അതുപോലെ ലൈക്ക് ലിഫ്റ്റിംഗ്, ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആ പരിപാടി പാടില്ല. വല്ലാത്ത ആ പർട്ടിക്കുലർ ഏരിയ, ഫോർ എക്സാമ്പിൾ അബ്ഡോമിനൽ ആണെങ്കിൽ ആ അബ്ഡോമിനെ എക്സേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള
യാതൊന്നും ഉണ്ടാകാനായിട്ട് അനുവദിക്കാതിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിപ്പേഷൻ വല്ലാതെ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ അന്യൂറിസം ഒക്കെ റപ്ചർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സച്ച് പേഷ്യൻ ഷുഡ് സീ ദാറ്റ് ദേ ആർ ഫ്രീ ഫ്രം കോൺസ്റ്റിപ്പേഷൻസ്. ഇതെല്ലാം സംഭവിക്കുന്നത് മനസ്സിലാക്കുക ഹീലിംഗ് ഫേസിലല്ല, ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. അപ്പോൾ ഹീലിംഗ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ ഹീലിംഗ് ഫേസിൽ 2 സ്റ്റേജ് ഉണ്ട്, PCL-A ആൻഡ് PCL-B. അപ്പോൾ PCL-B എന്ന് പറയുന്നത് എപ്പിലെപ്റ്റോഡ് ക്രൈസിസിന് മുന്നും എപ്പിലെപ്റ്റോഡ് ക്രൈസിസിന് ശേഷമുള്ള PCL-B. അപ്പോൾ PCL-Aയിൽ ഈ ലോസ്റ്റ് ടിഷ്യൂ എന്തെല്ലാമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, അതെല്ലാം റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. അപ്പൊ എല്ലാം വിത്ത് എ പർപ്പസ് ആണ്. കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതിനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ല, കോൺഫ്ലിക്റ്റ് ആയി. പക്ഷെ ബോഡി ഈസ് ഇമ്മീഡിയറ്റ്ലി ട്രൈങ് ടു റിസോൾവ്. എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് സ്ട്രോങ്. അതാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ലോക്കലൈസ്ഡ് സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ആർട്ടീരിയൽ സ്വെല്ലിങ്ങിന്റെ എക്സ്പ്ലനേഷൻ അങ്ങനെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇൻ ദി ഹീലിംഗ് ഫേസ്. അപ്പോൾ ചില കേസുകളിൽ അത് ബാക്ടീരിയ ഓൾസോ മേ കം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ക്യൂർ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടീരിയൽ ഇൻവോൾവ്മെന്റും ഉണ്ട്. അത് ബാക്ടീരിയൽ ഇൻവോൾവ്മെന്റ്. അപ്പം നമ്മൾ അതിനെ നാച്ചുറൽ ആയിട്ട് അതിന് ഒരു ഇൻഫ്ലമേറ്ററി ഫേസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആർട്ടറൈറ്റിസ് എന്ന് പറയും. അപ്പം ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടാവും. അലോപ്പതിക്കാരെ സംബന്ധിച്ചുള്ള അത് ഓൺലി ബിക്കോസ് ഓഫ് ദി കോസ്ഡ് ബൈ ദി, അങ്ങനെയല്ല. ഹീലിംഗ് സ്റ്റേജിൽ ബാക്ടീരിയൽ ഇൻവോൾവ്മെന്റ് അല്ലെ ബാക്ടീരിയയെ നമ്മൾ മേക്ക് യൂസ് ഓഫ് ചെയ്യുക ചെയ്യും. അതും കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഹീലിംഗ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശരീരം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് അവിടെ കാൽഷ്യം ഡിപ്പോസിറ്റ്. സോ നമ്മുടെ ബോഡി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പലയിടത്തും നമുക്ക് കാൽഷ്യം നോട്ട്സ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ചും ആർട്ടീരിയൽ കവറിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ സെൽഫ് ഡിവാലുവേഷൻ ആൻഡ് ബോഡി ട്രൈഡ് ടു പുട്ട് ഇറ്റ് ഇൻ പെർഫെക്റ്റ് മാനർ ബൈ ഡിപ്പോസിറ്റിംഗ് കാൽഷ്യം. അതേ പ്രോസസ്സ് തന്നെയാണ് ആർട്ടീരിയൽ ഇൻജിമയിൽ ഈ അത്തിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതിനാണ് കൊളസ്ട്രോൾ യൂട്ടിലൈസ്. അതുകൊണ്ട് കൊളസ്ട്രോൾ എപ്പോഴും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് കൊളസ്ട്രോളിന് എതിരായിട്ട്, അല്ലെ കൊളസ്ട്രോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന മരുന്നുകൾ ഒരിക്കലും GNM അഡ്വൈസ് ചെയ്യാത്തത്. അപ്പോൾ അത്തിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പാച്ചപ്പ്. നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യാൻ, സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്. അപ്പൊ എപ്പോഴും ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് ഈ പറയുന്ന കൊളസ്ട്രോളിനെ അത്തിറോമ അല്ലെങ്കിൽ പ്ലേക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്ലേക്ക് ലൈക്ക് സബ്സ്റ്റൻസസ് ഫോംഡ് ഇൻസൈഡ് ദി ആർട്ടറീസ്, ദേ ആർ ഓൾ ഫോർ ഹെൽപ്പിംഗ്. അതെല്ലാം നമ്മുടെ ആർട്ടറിയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാർഡൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അത്തിറോസ്ക്ലിറോസിസ്. അപ്പൊ പ്ലേക്ക് എന്ന് പറയുന്ന ഒരു ബിൽഡപ്പ് മെറ്റീരിയൽ ആണ്. അത് ഡേഞ്ചറസ് ആയിട്ടുള്ളതല്ല. ബോഡി അങ്ങനെയല്ല അതിനെ കാണുന്നത്. അതുകൊണ്ട് അതൊരു ബിൽഡിംഗ് അപ്പ് മെറ്റീരിയൽ ആയിട്ടാണ് ബോഡി ഈ പറയുന്ന കൊളസ്ട്രോളിനെ കാണുന്നത്, അല്ലെ അത്തിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നതിനെ കാണുന്നു. അപ്പം ഈ ആർട്ടറി ഇങ്ങനെ തടിച്ചിരിക്കുമ്പോൾ, അത്തിറോസ്ക്ലിറോസിസ് ആണ് അതിന് കാരണം, പക്ഷെ ആ തടിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ആർട്ടീരിയോസ്ക്ലിറോസിസ്. അങ്ങനെ ആർട്ടറി ഇറ്റ്സെൽഫ് ഈസ് എ ഹാർഡൻഡ് ട്യൂബ്. അതുകൊണ്ടാണ് അതിനെ ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്ന്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ആ ഒറിജിനൽ ആയിട്ടുള്ള എലാസ്റ്റിസിറ്റി, അതായത് ആ ബോളസ് ബ്ലഡ് മോർസൽ വരുമ്പോൾ അത് ഫ്ലോ ചെയ്യുന്നത് ഹിൻഡ്രൻസ് ആവും, ഒബ്സ്ട്രക്ഷൻ ആവും, തടസ്സപ്പെടും. അപ്പൊ അതിന്റെ ആ എലാസ്റ്റിസിറ്റി അതിന് നഷ്ടപ്പെടും. ഇതൊക്കെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് GNM പറയുന്നത്. അതൊക്കെ വളരെ ശരിയാണ്. ഇത് നമ്മളൊരു പ്രത്യേക ആർട്ടറീസിനെ കുറിച്ച് പറയുമ്പോൾ പെനൈൽ ആർട്ടറീസ്, പെനൈൽ എന്ന് പറഞ്ഞാൽ പെനിസിന്റെ ഉള്ളിലുള്ള അതിന്റെ ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലായിട്ടുള്ള ആർട്ടറീസ് ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പം അവിടെയും സംഭവിക്കുന്നത് സെൽഫ് ഡീവാലുവേഷൻ വളരെ വളരെ പ്രോബ്ലം ആണ്. പലർക്കും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇറക്ഷൻ ഇംപ്രോപ്പർ, അല്ലെങ്കിൽ ഫെയിലിയർ ഡ്യൂറിങ് ദി കൊയിഷൻ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ സക്സസ് ആകുന്നില്ല, ഇജാക്കുലേഷൻ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ പറയുന്ന സെൽഫ് ഡീവാലുവേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി പിനൈൽ ഇറക്ഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ തടിപ്പുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എല്ലാത്തിൻ്റെയും കാരണം ഇതാണ്. ബോഡി ഈസ് ട്രൈങ് ടു മേക്ക് ഇറ്റ് സ്ട്രോങ്ങർ ബൈ ബിൽഡിങ് അപ്പ് അത്തിറോസ്ക്ലിറോസിസ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന പ്ലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ആർട്ടീരിയോസ്ക്ലിറോസിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഫൈനലി എന്ത് സംഭവിക്കും? ബ്ലഡ് ഫ്ലോ കുറയും. അതാണ് സംഭവിക്കുന്നത്. ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ടാണ് സംഭവിക്കുന്നത്, പക്ഷെ അത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവസാനം അതിന്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും, ഇറക്ടൈൽ ഫങ്ഷൻ പോകും. അപ്പൊ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും അതിന്റെ കൂടെ സംഭവിക്കും. ഇനി നമ്മൾ ലെഗിലേക്ക് നമ്മൾ കൂടുതൽ വിശദമായിട്ട് പറയേണ്ട സമയമില്ല. ലെഗ് ആർട്ടറി, നിങ്ങൾക്ക് ടിബിയൽ ആർട്ടറി എന്നൊക്കെ കാണുന്നത് ലെഗ് ആർട്ടറീസ് ആണ്.
അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഈ പറയുന്ന ഐ ആം നോട്ട് ഏബിൾ ടു മൂവ്, എന്റെ മൊബിലിറ്റി എല്ലാം അറസ്റ്റഡ് ആയി ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒത്തിരി സമയം പോയി, ഒത്തിരി വിശദീകരിച്ചു ഇല്ല, കുറേയേറെ തീർക്കാനുണ്ട്, ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ലെഗ് എന്ന് പറയുന്നത് അറിയാമല്ലോ, എന്റെ മൂവ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് അതിന്റെ കാഫ് മസിൽ ഉള്ളതുകൊണ്ട്. അപ്പൊ എന്റെ ലെഗ്സ് യൂസ്ലെസ് ആണെന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ലെഗ് ആർട്ടറീസിനെ ബാധിക്കുന്നത്. ഐ എം നോട്ട് ഏബിൾ ടു റൺ എവേ, ഐ എം നോട്ട് ഏബിൾ ടു വാക്ക് പ്രോപ്പർലി. അപ്പൊ ഇതെല്ലാം സെൽഫ് ഡീവാലുവേഷന് കാരണമാണ്. ഇത് ലെഗ് ക്രാംസ്, കാഫ് ക്രാംസ് ഒക്കെ ഉണ്ടാകാം. നമ്മുടെ മൂവ്മെന്റ് പറ്റുന്നില്ല, എനിക്ക് ഇഷ്ടം പോലെ യഥേഷ്ടത്തിൽ കളിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കേസുകളുണ്ട്, യഥേഷ്ടത്തിൽ ഇഷ്ടം പോലെ കളിക്കാൻ പറ്റുന്നില്ല, ഐ ആം ഓൾ റെസ്ട്രിക്റ്റഡ്, ഐ ആം ഓൾ കൺഫൈൻഡ് എന്നൊക്കെയുള്ള രീതിയിൽ വരുമ്പോഴാണ് ഡ്യൂറിങ് എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് ഈ പറയുന്ന ക്രാംസ് ഓഫ് ദി കാഫ് മസിൽസ് ഉണ്ടാകും. ഇപ്പോഴും നമ്മൾ ആർട്ടറീസെ കവർ ചെയ്തിട്ടുള്ളൂ, നമ്മൾ മുഴുവൻ വെയിൻ കിടക്കുവാണ്. വേറൊരു ദിവസത്തേക്ക് ഞാൻ മാറ്റി വെക്കുന്നില്ല, പെട്ടെന്ന് തീർക്കാം. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പത്തോളജീസ് നമ്മൾ ഈ വെയിൻസിന്റെ അകത്ത് കാണുകയാണ്. അതുകൊണ്ട് ദയവ് നിങ്ങൾ കുറച്ച് സമയം ക്ഷമിച്ചിരിക്കുക, ഞാൻ എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കും. അപ്പോൾ വെയിൻസ് അശുദ്ധ രക്തവാഹികളായിട്ടുള്ള കുഴലുകളാണ്, രക്തക്കുഴലുകളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെയും തീം ഒന്ന് തന്നെയാണ്, സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ബോൺ സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിൻസ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ബോൺസ് ആൻഡ് ജോയിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിന്റെ തീമിനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ജനറൽ ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഇതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വളരെ നിങ്ങൾ പഠിക്കേണ്ടത്, കാണാതെ പഠിക്കേണ്ടത് ലെഗ് വെയിൻസിലാണ്. ലെഗ് വെയിൻസിന്റെ അകത്ത് അതാണ് വേരിക്കോസ് വെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റ്, ഒരു ലൊക്കേഷൻ. അതിന്റെ കാരണം കാണാതെ പഠിക്കണം, മറന്നേക്കരുത്. അത് തന്നെ പറയുക, ബോൾ ആൻഡ് ചെയിൻ കോൺഫ്ലിക്റ്റ്. ബോൾ ആൻഡ് ചെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു കുറ്റി അടിച്ച ഇട്ടിരിക്കുന്ന ഒരു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടിയുടെ അവസ്ഥ ഈ വ്യക്തിക്ക്. എന്താണ് പട്ടിയുടെ അവസ്ഥ? കുറ്റി അടിച്ചിരിക്കുന്നത്. കാരണം ഈ ചെയിനിന്റെ, ഈ തുടലിന്റെ നീളത്തിന്റെ അപ്പുറം പോകാനായിട്ട് ഈ പട്ടിക്ക് അനുവാദമില്ല, അതിന് സാധിക്കത്തില്ല, കാരണം ഇത് കുടുക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ സായിപ്പ് ബോൾ ആൻഡ് ചെയിൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ റോഡില് പണ്ടൊക്കെ, ഇപ്പോഴ് വേറെ മെഷീൻസും മെക്കാനിക്സും ഒക്കെയാണ്, പണ്ട് റോളറുകൾ ഉണ്ടായിരുന്നു, മെറ്റിൽ ഇട്ടിട്ട് അതിനെ നിരപ്പാക്കാൻ റോളറുകൾ, വലിയ ബിഗ് ആയിട്ടുള്ള കോൺക്രീറ്റ് റോളേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ചില മ്യൂസിയത്തിലൊക്കെ കൊണ്ട് വലിയ ബോൾസ് കണ്ടിട്ടുണ്ട്, അയൺ ബോൾസ്. അപ്പോൾ എന്താണ് അത്, അങ്ങനെ എടുത്ത് പിടിച്ചു മാറ്റാനൊന്നും പറ്റത്തില്ല. അതുപോലെ ഒരു വലിയ ബോളിനെ എടുത്തു മാറ്റാനോ നിരക്കി മാറ്റാനോ തള്ളിക്കളയാനോ പറ്റത്തില്ല. അതൊരു ബോളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ചെയിൻ, ആ ചെയിനിന്റെ അറ്റത്ത് ഉള്ള ഒരു വ്യക്തി ആയിട്ട് ഒരാൾ സങ്കല്പിക്കുക. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? എനിക്ക് ഈ ചെയിനിന്റെ നീളത്തിന്റെ അപ്പുറം പോകാനായിട്ടുള്ള ആഗ്രഹമുണ്ട്, പട്ടി ചാടി കുരച്ച് പോകാനായിട്ട് ശ്രമിക്കും, പക്ഷെ എന്റെ കഴുത്ത് കുടുങ്ങിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആണ്. ഇതാണ്. ഇത് ഏത് സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. ധാരാളം കേസുകൾ സുഖമാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്, ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ഇറങ്ങി വന്ന വ്യക്തികളെയൊക്കെ സുഖമാക്കാനും അവർ പിന്നെ ഒത്തിരി പേരെ റെഫർ ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. only because Dr. Hammer gave me to understand that അതിന്റെ കാരണം ബോൾ ആൻഡ് ചെയിൻ കോൺഫ്ലിക്റ്റ് ആണ്. എത്ര മനോഹരമായ സങ്കല്പമാണ്! എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിവിടെ കുറച്ച് പടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ബോൾ ആൻഡ് ചെയിൻ. അതായത് അയാളുടെ കാലയില് ഈ ബോൾ അയാൾക്ക് വലിച്ചു മാറ്റാൻ പറ്റത്തില്ല, ആ ചുടലിന്റെ അപ്പുറം ഇപ്പുറം അയാൾക്ക് പോകാൻ പറ്റുന്നില്ല. അതാണ് ബോൾ ആൻഡ് ചെയിൻ എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ്. അയാൾ റെസ്ട്രിക്റ്റഡ് ആണ്, എന്റെ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആണ്, എന്നെ ചെയിൻഡ് ആണ്, എന്നെ തൊടലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ജീവിത സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഭർത്താവായിരിക്കും. ഭർത്താവ് പട്ടാളത്തിൽ നിന്ന് വന്നു, അതുവരെയും അടിപൊളിയായിട്ട് എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസിനും പോയി ഭാര്യയോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ നിന്നാൽ മതി, ഒരു പരിപാടിക്കും പോകണമെന്ന് പറഞ്ഞു. അതായിരുന്നു ഒരു സ്ത്രീയുടെ കാലിലുണ്ടായ വേരിക്കോസ് വെയിന്റെ കാരണം. അപ്പൊ വേരിക്കോസ് വെയിൻ ആണ് ഇവിടുത്തെ ചർച്ചാ വിഷയം, അല്ലെങ്കിൽ ലെഗ് വെയിൻസ്. അപ്പോൾ ചെയിൻഡ് ഫീലിംഗ്, എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്, എനിക്ക് യഥേഷ്ടം പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, എന്റെ ഫ്രീഡം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള സാധാരണ സിറ്റുവേഷൻ. അതേതെല്ലാം സാഹചര്യത്തിലാണ്? പ്രഗ്നൻസി. അയ്യോ, ഞാൻ എങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നിരുന്നയാളാ, എന്റെ വയറിങ്ങനെ ആക്കി വെച്ചു, എനിക്ക് ഇനി പഴയ പോലെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇനി ഞാനൊരു കൊച്ചിനെയും വഹിക്കണം, ആ കൊച്ചിനെ കൊണ്ട് ഞാൻ എങ്ങനെയാ പഴയ പോലെ സ്പോർട്സുകാരെത്തിയാന്ന്, പഴയ പോലെ അടിപൊളിയായിട്ട്. ഇതൊരു സ്ത്രീയെ സംബന്ധിച്ച് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ലെഗ് വെയിൻസ്. അപ്പൊ പ്രഗ്നൻസി ഒരു സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ ചിലരുടെ രോഗിയായിട്ട് കിടക്കുന്ന ഒരാളെ സ്ഥിരമായിട്ട് പരിചരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ,
അല്ലെങ്കിൽ ഒരാൾ ക്ലിങ്ങി ആയിട്ട് വരിക, ഒരാളെ എന്നെ വിട്ടുപോകുന്നില്ല, എനിക്ക് അയാളെ വിട്ടുപോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ചില ജോലി എന്നെ ഈ ഹോട്ടലിലെ മാനേജർ പോസ്റ്റിൽ വെച്ചിരിക്കുക, അല്ലെങ്കിൽ കാഷ്യറായിട്ട് വെച്ചിരിക്കുകയാണ്, എനിക്ക് ഇവിടുന്ന് ഈ ജോലി കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല, എനിക്ക് കറങ്ങാനൊക്കെയാണ് ഇഷ്ടം, പക്ഷെ എന്നെ ഈ മാനേജർ പോസ്റ്റിൽ വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഈ ടേബിളിന്റെ മുമ്പിൽ ഞാൻ, അല്ലെങ്കിൽ കാഷ്യറാണ്, ഇവിടെ ഞാൻ ഉണ്ടാകണം, എന്റെ സ്വഭാവം അനുസരിച്ച് എന്നെ ഇവിടെ പെട്ടിയിരുത്തിയിരിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നത്, ഏറ്റവും അവസാനം വന്ന ഒരു വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ അയാൾ ചെറുപ്പക്കാരനാണ്, പക്ഷെ അയാളുടെ ഭാര്യയുടെ അമ്മ അസുഖമായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഭാര്യ അമ്മയുടെ നോക്കാനായിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. ഇയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ ചില സാഹചര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇയാൾ പെട്ട് കിടക്കുകയാണ്. ഭാര്യയുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല, ഭാര്യയുടെ കൂടെ കിടക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഇയാൾക്ക് ഇതല്ല, അതുകൊണ്ടാണ് അയാളുടെ. അപ്പൊ നമുക്ക് ഓരോ കേസിലും കൃത്യമായിട്ട്, അത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ട്രാപ്ഡ് ഇൻ എ പ്ലേസ്, ട്രാപ്ഡ് ഇൻ എ ജോബ്, ട്രാപ്ഡ് ഇൻ എ സിറ്റുവേഷൻ. അപ്പോ അല്ലെങ്കിൽ ചിലര് ഒരു പ്രോജക്റ്റില്, ഇതൊരു വളരെ വളരെ എന്താ പറയണ്ട, വല്ലാതെ ആഗ്രഹിച്ച ഒരു ജോലിയാണ്, അല്ലെ ഒരു പ്രോജക്റ്റാണ്, അപ്പൊ ഞാൻ ഇതിനകത്ത് വിട്ടുപോയി, അപ്പൊ എന്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ എനിക്ക് അനുവദിക്കുന്നില്ല, അതങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിൽ ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് വേരിക്കോസ് വെയിൻ. ഇത് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാരെ, നമ്മളെ ഒരു ഡോക്ടറും ഒരു സർജനും നമ്മളോട് ഇത് പറഞ്ഞിട്ടില്ല, ഡോക്ടർ ഹാമർ അല്ല. അപ്പൊ ചിലടത്ത് നമ്മൾ കാഷ്യർ, ഒരാൾ ഒരു പേഷ്യന്റ് കാഷ്യർ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവറാണ്, അയാൾക്ക് ഈ ടാക്സിയുടെ ഈ സ്റ്റിയറിംഗിന്റെ പുറകിൽ നിന്ന് അയാൾക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അയാളുടെ ബ്രെഡ് ഏണിങ് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരിടത്ത് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണം, അവർ പറയും നിങ്ങൾ നിന്നിട്ടാണെന്ന് പറയും, ഇല്ല, നിൽക്കുന്ന എല്ലാവർക്കും ഒന്നുമില്ല. അപ്പൊ ആ നിൽക്കുന്നതിന്റെ പിന്നിലുള്ള സാഹചര്യമാണ് അയാളുടെ രോഗം ഉണ്ടാക്കുന്നത്, അത് മൈൻഡ് റിലേറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെ കുത്തിയിരിക്കുക, എനിക്ക് ഇവിടെ ഇരുന്നേ മതിയാകൂ എന്ന് പറയുന്ന ജോലികളൊക്കെ. അപ്പൊ ഇത് മറന്നേക്കരുത്, ബോൾ ആൻഡ് ചെയിൻ കോൺഫ്ലിക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാകാം, അതായത് ബ്ലഡ്, നമ്മുടെ മസിൽ, കാഫ് മസിലിന്റെ ഉള്ളിലായിരിക്കാം ഈ പറയുന്ന ചേഞ്ചസ് വന്നിട്ടുണ്ടാവുക. അതിന്റെ സ്വെല്ലിങ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലുള്ള കാണാൻ പറ്റും. സ്വെല്ലിങ് നമ്മൾ എക്സ്റ്റേണലി വിസിബിൾ ആണ്, അത് വെയിൻസിന്റെ ഇൻഫർമേഷൻ ആവാം, വെയിൻസിന്റെ എൻലാർജ്മെന്റ് ആകാം. ഇതിനെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, DVT എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കിയിട്ടൊക്കെ പറയും, കാര്യം അറിയത്തില്ല, അത് ത്രോംബോ ഫ്ലിബൈറ്റിസ് തന്നെയാണ്. പക്ഷെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലെഗ് വെയിൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ പഠിക്കാതെ, നമ്മൾ പഠിക്കാതെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ നെക്രോസിസ് ഇൻ എ ലോക്കലൈസ്ഡ് വാൾ, ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് നമുക്ക് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് കൂടുതൽ ബോധ്യം നമുക്ക് വരുത്തും. അപ്പോൾ ഈ സ്മൂത്ത് മസിൽസ് തിക്കനിങ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇൻഫ്ലമേഷൻസ് വരുന്നത്. അപ്പൊ സെൽഫ് പ്രോളിഫറേഷൻ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, അത് ഹീൽ ചെയ്യുമ്പോഴാണ് അതിന്റെ റിപ്പയറിംഗ് ഫേസിലേക്ക് സെൽഫ് പ്രോളിഫറേഷൻ വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഫ്ലിബൈറ്റിസ് എന്ന് വിളിക്കാം, ഇൻഫ്ലമേഷൻ ഓഫ് ദി വെയിൻസ് വിത്ത് ഇറ്റ്സ് റെഡ്നെസ് ഉണ്ടാകും, പെയിൻ ഉണ്ടാകും, വാംത് ഉണ്ടാകും, പിന്നെ നമുക്ക് ടെൻഡർനെസ് എന്ന് വിളിക്കാം, നമ്മൾ പ്രസ് ചെയ്യുക, തൊടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ടെൻഡർ ഫീലിംഗ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ബാക്ടീരിയ അവിടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വരികയും ചെയ്യാം. അപ്പൊ ആ പർട്ടിക്കുലർ ഭാഗത്ത് ഇഡിമ, സ്വെല്ലിംഗ് ഉണ്ടാവാം, അത് ഫീറ്റ്, ലെഗ്, ഇങ്ങനെയുള്ള ഭാഗത്ത് അത് കൂടുതലായിട്ട് വരാം. എവിടെയെല്ലാം ഈ വാട്ടർ അക്യുമുലേഷൻ ഉണ്ടോ, ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള വെരിക്കോസ് വെയിൻ. അതിന്റെ നമ്മൾ ഇതുവരെ പഠിച്ചു, വെരിക്കോസ് മീൻസ് വാട്ട്, ഇറ്റ് ഈസ് ദ ടോർച്ചോസിറ്റി, ഇറ്റ് ഈസ് ദ എൻലാർജ്മെന്റ്, ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഡിസീസ്. വാട്ട് ഈസ് ദ ഡിസീസ്? ഡിസീസ് എന്ന് പറയുന്നത് മൈൻഡിലാണ്. ആ മൈൻഡിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് കൊണ്ടാണ് നിങ്ങളുടെ ഇടതുവശത്ത് വരുന്നത്, അല്ലെ വലതുവശത്ത് വരുന്നത്. അത് എന്നു മുതൽ തുടങ്ങി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടൈം ലൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിലൂടെ നമുക്ക് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്തിനാണ് കാരണം കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കരുത്, ആ കാരണം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഈ വ്യക്തി ഈ ഒരു പ്രത്യേക സിറ്റുവേഷനെ എടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതനുസരിച്ച് ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യുന്നയാൾക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൂടി കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല, അല്ല എന്നെ ശ്രമിക്കുന്നവർ നിങ്ങളൊരു ഹോമിയോപ്പതി ഡോക്ടേഴ്സ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ആളോട് നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് റിലീഫ് ഉണ്ടാകാനായിട്ട് സാധിക്കും. അത് 1 മണിക്കൂർ മതി. നമ്മുടെ അടുത്ത് വേദനയോടുകൂടി അസ്വസ്ഥതയോടുകൂടി വരുന്ന രോഗിയെ നിങ്ങൾ കൃത്യമായിട്ടും GNMന്റെ എല്ലാ ബയോളജിക്കൽ ലോസ് ഒക്കെ പഠിപ്പിച്ച്, എന്താണ് വെസൽസ്, അല്ലെ സോറി, എന്താണ് ബ്ലഡ് വെസൽസ്, എന്താണ് വെയിൻസ് എന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കൃത്യമായിട്ട് നമുക്ക് ആ വ്യക്തിനെ നമുക്ക് പുറത്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
അപ്പോൾ വെരിക്കോസ് വെയിൻ പലപ്പോഴും ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതുകൊണ്ട്, ഒത്തിരി നാൾ നീണ്ടു നിൽക്കുന്നതുകൊണ്ട്, ആ ഫ്ലെബൈറ്റിസ് സ്റ്റേജിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ വിത്ത് സിൻഡ്രോം, അവര് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നൊക്കെ പറയുന്നത്, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ലോങ് ഇത് ഒത്തിരി വർഷം നീണ്ടു നിൽക്കുന്നു. ഇത് തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി ഡോക്ടറെ. കാരണം എന്താണ്? എന്റെ മദർ ഇൻലോ സുഖമില്ലാതെ കിടക്കുകയാണ്. എത്ര നാളായി അമ്മയ്ക്ക് സുഖമില്ലാതെ ആയിട്ട്? അത് ഇത്രയും വർഷമാണ്. ഞാൻ ഇഷ്ടം പോലെ യാത്ര ചെയ്തിരുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ മീൻസ് മദർ ഇൻലോയ്ക്ക് ഇഷ്ടമില്ല. ഹസ്ബൻഡിന്റെ മുഖവും കറക്കും. കാരണം നീ അങ്ങനെ പോകണ്ട, എന്റെ അമ്മയെ നോക്കി വീട്ടിലിരിക്കണമെന്ന് പറയും. ഇങ്ങനെ ധാരാളം കേസസ് നമുക്ക് മനസ്സിലാക്കി കൃത്യമായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് റിലാക്സ് ചെയ്യുവാണെങ്കിൽ ഇത് പ്രൊലോങ് ചെയ്യും. അപ്പൊ അത് റിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിച്ചാൽ മതി. ഈ കാലിനെ ഇമ്മീഡിയറ്റ്ലി പഴയ രീതിയിൽ മനോഹരമായിട്ട് കാലം നോക്കാൻ ശ്രമിക്കേണ്ട, അത് സമയം എടുത്തിട്ട് അത് മാറിക്കോളും. പക്ഷെ അസ്വസ്ഥതകളെ മാറ്റാനുണ്ട്, ഇങ്ങനെയുള്ള ഒരു സ്റ്റേജാണ്. അസ്വസ്ഥത മാറ്റാനായിട്ടും ഡിസ്കംഫോർട്ട്, വേദന, സ്വെല്ലിങ് എല്ലാം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അവിടെ ഡിസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, ഹീലിംഗ് നടന്നു, പക്ഷെ ഹീലിംഗ് കംപ്ലീറ്റ് ആകുന്നില്ല, പിന്നെയും അത് ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് ആകുന്നു. അതുകൊണ്ട് ആ കോൺഫ്ലിക്റ്റ് റിട്ടേൺ ചെയ്യും. അതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ യു ട്രൈ ടു മേക്ക് ദി പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഇതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇവിടെ സ്നേഹമൊക്കെ ഉണ്ട്, അപ്പൊ മൈമയ്ക്ക് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇത്ര സ്ട്രെസ് എടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തിക്ക് നമുക്ക് ഹീലിംഗ്, പെർമനന്റ് ആയിട്ടുള്ള ഹീലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കുറെ ഏറെ നാളും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് വാൽവ്സ് ഉണ്ട്, ആ വാൽവ്സ് ബ്ലഡ് ബ്ലോക്ക് ചെയ്യുന്നു, അതുകൊണ്ട് അതിന്റെ പമ്പിങ് ശരിയാകുന്നില്ല എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു മെക്കാനിക്കൽ എക്സ്പ്ലനേഷനാണ്, അവിടെ അല്ല. അതൊക്കെ സംഭവിക്കാം, സ്കാറിങ് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെയിൻസ് റപ്ചർ ആയേക്കാം. അങ്ങനെയുള്ള നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആംഗിളിലൊക്കെ ധാരാളം വെരിക്കോസ് അൾസേഴ്സ് ഉണ്ടായേക്കാം. കാരണം അത് റപ്ചർ ആയി കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ചെറിയൊരു ഒരു ഒരു ബ്രൂസസ് അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ പൊട്ടിയേക്കാം. ചിലപ്പോൾ ഈ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് കൊണ്ട് അത് കംപ്ലീറ്റ് വരാതെ ബ്ലഡ് പുറത്തേക്ക് പോകുന്ന ഒരു തിക്കനിങ് ഓഫ് ദി വെയിൻസ്, അങ്ങനെ പല രീതിയിലുള്ള പ്രസന്റേഷൻസ് വരാം. എല്ലാം എന്ന് തുടങ്ങി എന്ന് പറയുക, ഏത് വശമാണെന്ന് തോന്നുന്നു നോക്കുക, നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ നമുക്കതിനെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത്ര തീവ്രമല്ലാത്ത ഈ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതിനെ സ്പൈഡർ വെയിൻസ് എന്നാണ് പറയുക. സ്പൈഡർ വെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോബ് വെബ് പോലെ, അല്ലെങ്കിൽ സ്പൈഡറിന്റെ വെബ് പോലെയുള്ള ഷേപ്പിൽ വരുന്നു എന്നാണ്. ഇത് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകും ചിലപ്പോൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, യു ആർ നോട്ട് അലൗഡ് ടു മൂവ് ആസ് യു വിഷ് എന്ന് വരാം. ഇനി അങ്ങനെയല്ല, അവിടെ സെൽഫ് ഡിവാലുവേഷൻ, ഐ ആം നോട്ട് ഓക്കെ ദെയർ എന്നുള്ളത് വരാം. ഒരു പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സൗന്ദര്യം അല്ലെങ്കിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുഖത്ത് പാട് വന്നു കഴിഞ്ഞാൽ ഓർത്തോളുക, എന്റെ ആ ഭാഗം അത്ര പെർഫെക്റ്റ് അല്ലെന്ന് ആ വ്യക്തിക്ക് തോന്നുന്നു എന്നുള്ളത് ഒരു കാരണമാണ്. ഞാനിവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബോൾ ആൻഡ് ചെയിൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ലെഗ്സിൽ ഉള്ളതുപോലെ തന്നെ ഐ ആം നോട്ട് പ്രിറ്റി ദെയർ, അവിടുത്തെ സൗന്ദര്യം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ചിന്ത, പ്രത്യേകിച്ച് വയറിനോ മുഖത്തോ അബ്ഡോമനിലോ ചെസ്റ്റിലോ ബ്രസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ സ്പൈഡർ വെയിൻസ് ഉണ്ടാകാം. അപ്പൊ അത് ആ ആളുടെ വ്യക്തിത്വത്തില് അത് ഫീലിംഗ് ഒക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ബാധിക്കാം. ഇപ്പൊ സ്പൈഡർ വെയിൻസ് ഞാൻ പറഞ്ഞു, സ്മോൾ വേരിക്കോസ് വെയിൻ തന്നെയാണ് അതിൻ്റെ അകത്ത്, വെയിൻസ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിന് ആ പേര് കൊടുത്തിരിക്കുന്നത്. കോമൺ ആയിട്ട് വരുന്നത് ഫേസ്, ചെസ്റ്റ്, ഈ ചെസ്റ്റ് എസ്പെഷ്യലി, അബ്ഡോമൻ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ്. ഇവിടെ എല്ലാം ബോൾ ആൻഡ് ചെയിൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. പക്ഷെ ലോക്കലൈസ്ഡ് ആയിരിക്കും, വലിയ ജനറലൈസ്ഡ് വലിയ ഭീകരൻ ആയിട്ടുള്ളതല്ല. ഐ ആം നോട്ട് പ്രിട്ടി ദെയർ, അവിടുത്തെ എൻ്റെ ലിമിറ്റേഷൻ മൂവ്മെന്റ് ആവാം, ലിമിറ്റേഷൻ മൈ ബ്യൂട്ടി ആവാം. ഇതും പ്രഗ്നൻസി സമയത്ത് വളരെ കോമൺ ആവാനുള്ള കാരണം, പ്രഗ്നൻസിയോടുകൂടി എൻ്റെ ഷേപ്പ് പോയി, എൻ്റെ വയറ് വല്ലാതെ ഡിസ്ഫിഗേർഡ് ആയി എന്നൊക്കെയുള്ള കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരാം. ഇനി ഇത് വെരിക്കോസീൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റെറിലിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേക്കും, മെയിൽ സ്റ്റെറിലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും വേരിക്കോസിറ്റി അറൌണ്ട് ടെസ്റ്റിസ്, അല്ലെങ്കിൽ വെരിക്കോസിറ്റി ഇൻ ദ സ്ക്രോട്ടം, അല്ലെ എപ്പിഡെർമിസിന്റെ അവിടെ വെരിക്കോസിറ്റി കണ്ടു, പിന്നെ അത് സർജറി ചെയ്യണം. എന്താണ് കാരണം? ഹി ഹാസ് ഗോട്ട് സം ഡിവാലുവേഷൻസ് വിത്ത് റിഗാർഡ് ടു ഹിസ് ടെസ്റ്റിക്കിൾ. ടെസ്റ്റിക്കിൾ ഈസ് കറസ്പോണ്ടിങ് ടു ഹിസ് മെയിൽനെസ്. അപ്പോൾ പുള്ളിയുടെ മാസ്കുലിനിറ്റിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് വന്ന്, ഐ ആം നോട്ട് ഓക്കെ ദെയർ, ഐ എം നോട്ട് പ്രിട്ടി ദെയർ, ഐ എം നോട്ട് പെർഫെക്റ്റ് ദെയർ എന്നൊക്കെ ഒരു മാസ്കുലിൻ വേയിൽ പുള്ളിയുടെ മാസ്കുലിനിറ്റിയെ കുറിച്ച് ഒരു ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ഗോ ഫോർ ദാറ്റ്. അപ്പൊ പലപ്പോഴും എന്റെയൊക്കെ എക്സ്പീരിയൻസിലുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും
ഡോക്ടർമാർ അവസാനം നിവൃത്തി കെട്ടിട്ട് കണ്ടുപിടിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നം വെരിക്കോസിറ്റി ഓഫ് ദി ടെസ്റ്റിസ് ആണ് അല്ലെങ്കിൽ എപ്പിഡെമിസ് ആണെന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക, അയാൾ ഓൾറെഡി അതിന്റെ പിന്നിൽ കുറെ ഏറെ ഡീവാലുവേഷൻസ് ഉള്ള ഒരാളാണ്. അയാളുടെ മസ്കുലിനിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇറക്ടൈൽ ഫംഗ്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉള്ളതോ, അല്ലെങ്കിൽ അയാളുടെ മേ ബി അയാളുടെ സ്റ്റെറിലിറ്റി ആയിരിക്കും അയാളുടെ മേലെ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫർട്ടൈൽ ആണെന്നുള്ള ഒരു ഡയഗ്നോസിസ് ആയിരിക്കും അയാളെ ഗുഡ് ഫോർ നത്തിങ് ആണെന്നുള്ള തോന്നൽ വരാനും സെൽഫ് ഡീവാലുവേഷൻ വരാനും കാണാം. അതുകൊണ്ടാണ് അത് ടെസ്റ്റിസിന്റെ ചുറ്റുവട്ടത്ത് ഈ വെയിൻസ് വരാനുള്ള കാരണം. അങ്ങനെ എല്ലാ കാരണങ്ങളും നമുക്ക് മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നു. എന്നിട്ട് രോഗിയായിട്ട് സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഹൗ യു കുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ ചോദിക്കും, നിങ്ങൾ എവിടുന്ന ഈ ജ്യോതിഷം പഠിച്ചെന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അത്ഭുതപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു അറിവാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല, അവരെല്ലാവരും തന്നെ ഇത് പഠിക്കാനും പഠിപ്പിക്കാനും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പൊ ഒരു മെയിൽ ഇതിലേക്ക് വരുവാണ്, വെരിക്കോസീൽ. അപ്പോൾ വെരിക്കോസീൽ ഓഫ് ദി ടെസ്റ്റിസ് എന്ന് പറയുന്നതിന് പലപ്പോഴും അയാൾക്ക് ഒരു ഡീവാലുവേഷൻ ഓൾറെഡി ഉണ്ട്. മേ ബി അബൌട്ട് ഹിസ് എന്താ പറയുക പെനീസിന്റെ സൈസിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഡിലേഡ് മാരേജിനെ കുറിച്ചായിരിക്കും, അയാളുടെ പ്രപ്പോസലുകൾ ഒന്നും ശരിയാവാത്തതിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ചെന്ന് കണ്ട പെണ്ണുങ്ങളെല്ലാം കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട ഇയാളെ എന്ന് പറയുന്ന ഒരു ഡീവാലുവേഷനാണ്. അനേക കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്നുണ്ടാവും. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് കുട്ടി ഉണ്ടാകുന്നില്ല, കുറെ നാൾ കഴിഞ്ഞ് പയറ്റി നോക്കി അവസാനം ഡോക്ടർമാർ കണ്ടുപിടിച്ചു വേരിക്കോസിലാണ് പ്രശ്നം. എന്നിട്ട് അതും ഓപ്പറേഷൻ ചെയ്തു, എന്നിട്ട് വല്ല രക്ഷയുണ്ടോ? ഉണ്ടാകുന്നില്ല. കാരണം ഹി ഹാസ് ടു ചേഞ്ച് ഹിസ് ആറ്റിറ്റ്യൂഡ്. ഇനി ഈ പറയുന്ന ഭാഗത്ത് ക്ലോട്ട്സും കൂടെ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സംഗതി. പലപ്പോഴും ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തുടർന്നിട്ട് ക്ലോട്ട്സ് ഉണ്ടാകാനുള്ള കാരണമാണ്. കാരണം ക്ലോട്ട്സ് പലപ്പോഴും ത്രോംബോസിസ് എന്ന് പറയുന്ന സംഗതി തന്നെയാണ്. ക്ലോട്ടാണ് ക്ലോട്ട്. രക്തക്കുഴലിന്റെ അകത്ത് രക്തം കട്ട പിടിക്കുന്നു. പലപ്പോഴും ഒരു ഇമ്മൊബൈലിറ്റി ഫോർ എ ലോങ് ടൈം. കുറെ നാള് ബെഡിൽ നിന്ന് അനങ്ങരുത്. നിങ്ങളോട് പറയും 6 മാസത്തേക്ക് അനങ്ങരുത്, 6 മാസത്തേക്ക് റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ആണെങ്കിൽ അയാൾക്ക് ക്ലോട്ട്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ ഒരാൾ ബെഡ് റെസ്റ്റ്, ഇതൊക്കെ ഈ ക്ലോട്ട്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു വലിയ മേജർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഉണ്ടായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 9 മാസം പറയാം 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഈ പ്ലാസ്റ്ററിൽ തന്നെ കഴിയണം, പിന്നെ ഒരു 6 മാസത്തേക്ക് നിങ്ങൾ റെസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഹീസ് കൺഫൈൻഡ് ടു ബെഡ്. അതൊക്കെ ക്ലോട്ട്സ് ഫോർമേഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഈ മൂവ്മെന്റ് ഉണ്ടാകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് മൂവ്മെന്റ് വരുമ്പോൾ മൈൻഡിലാണ് മൂവ്മെന്റ് ഉണ്ടാകേണ്ടത്. അത് നിങ്ങളുടെ എല്ലാ നടക്കാനായിട്ട് പ്രയാസമുള്ള ഏത് രോഗിയെ ചികിത്സിക്കുമ്പോഴും അവർക്ക് അവരുടെ മൈൻഡിൽ നിന്നാണ് ഈ സ്റ്റക്ക് ഫീലിംഗ്, പെട്ട തോന്നൽ, അല്ലെങ്കിൽ പാർക്കിൻസൺ, അല്ലെങ്കിൽ ന്യൂറോപ്പതിക്, മയോപ്പതിക്, ഇങ്ങനെയുള്ള എല്ലാ കംപ്ലൈൻസിനും അയാളുടെ മൈൻഡിലാണ് റിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഹോമിയോപ്പതി ഡോക്ടർ അല്ലെങ്കിൽ GNM പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഓർത്തേക്കണം. ഹി ഹാസ് ഗോട്ട് നോർമൽ ലിംസ്. അയാളുടെ കാലിനോ മസിലിനോ നീ ജോയിന്റിനോ ലിംസിനോ ഒരു കുഴപ്പമില്ല. അയാളുടെ കുഴപ്പമുള്ള മനസ്സിലാണ്. അത് റിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ നോളജ് ഓഫ് GNM ആണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ബയോളജിക്കൽ പർപ്പസ് ഓഫ് ഹീലിംഗ് ഈസ് ആഫ്റ്റർ ഹീലിംഗ്. അത് ഓർത്തേക്കണം. ആഫ്റ്റർ ഹീലിംഗ് ആണ് ബോഡി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ റിപ്പയർ. ടിഷ്യൂ ബിക്കംസ് സ്ട്രോങ്ങർ. അത് മാത്രമാണ് സെർബൽ മെഡുല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ടിഷ്യൂസിന്റെ ഹീലിംഗ് ഫേസ്. സോ ഇറ്റ്സ് എൻ അഡാപ്റ്റീവ് സ്ട്രെങ്തനിങ് ഓഫ് ദി ബോഡി. അപ്പൊ ഇത് മറന്നേക്കരുത്. അപ്പൊ ബോഡി ഒന്നും നമുക്കിട്ട് പാര വെക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കിട്ടൊരു ഒരു ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും ചെയ്യത്തില്ല. ബിക്കോസ് നേച്ചർ ഈസ് മദർ നേച്ചർ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്കിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ള ഒന്നും ചെയ്യുന്നതല്ല നമ്മുടെ പ്രകൃതി മാതാവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിൻ്റെയും തീം അല്ലെങ്കിൽ ബയോളജിക്കൽ പേർപ്പസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ദിസ് ഈസ് നോട്ട് ടു ഹാം യു, ദിസ് ഈസ് ടു ഹെൽപ്പ് യു എന്നുള്ള രോഗിയെ പറഞ്ഞ് മനസ്സിലാകും. അപ്പം ബ്ലഡ് വെസൽ ചേഞ്ചസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ്. ചേഞ്ചസ് എല്ലാം ഒരു മീനിങ് ഫുൾ ബയോളജിക്കൽ റെസ്പോൺസ് ആണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയേക്കരുത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൽഫ് ഡീവാലുവേഷൻ ആണ്. അത് കറസ്പോണ്ടിങ് ടു ദാറ്റ് സ്കെൽട്ടൻ പഠിക്കുവാണെങ്കിൽ എന്തെല്ലാമാണ് ഓരോ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ടാകും. അപ്പോൾ ഹീലിംഗ് ഫേസിലാണ് മോസ്റ്റ് ഓഫ് ദി സിംറ്റംസ് ഉണ്ടാകുന്നത്. ദി സോ കോൾഡ് സെല്ലുലാർ ഡിപ്ലീഷൻ അല്ല നെക്രോസിസ് നോട്ടീസബിൾ അല്ല മോസ്റ്റ് ഓഫ് ദി കേസസ്. അതുകൊണ്ട് അത് സിംറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഹീലിംഗ് ഫേസിലാണ് ഈ പറയുന്ന മോസ്റ്റ് ഓഫ് ദി സിംറ്റംസ് ഉണ്ടാകും. അപ്പം ഈ കോൺഫ്ലിക്റ്റിനെ മനസ്സിലാകുക എന്ന് പറയുന്നത് തന്നെ രോഗിക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഓ ഇറ്റ്സ് ഓക്കെ,
അത് കഴിഞ്ഞിട്ട് ശരിയാകും എന്നുള്ള പ്രതീക്ഷയും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുവാനുള്ളത്, അതായത് മൂവ്മെന്റ് ആണ് നമ്മുടെ വാല്യൂ തീരുമാനിക്കുന്നത്, നമ്മുടെ ഫ്രീഡം തീരുമാനിക്കുന്നത്. അത് മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ ഏത് ജീവിക്കും, മനുഷ്യന് മാത്രമല്ല ഏത് ജീവിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഡൗൺ ആയി. എനിക്ക് നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പഴയ പോലെ എനിക്ക് നടക്കാൻ പറ്റാതെ വരുമോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സാഹചര്യത്തിൽ ഈ പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് ഞാൻ ലിമിറ്റഡ് ആയി എന്നൊക്കെ പറയുന്നത് വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല 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 റിപ്പർക്കഷൻസും ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് ഇമോഷണൽ ആയിട്ട് എപ്പോഴും ഈ വ്യക്തിക്ക് സപ്പോർട്ടീവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് എനിക്ക് കൺക്ലൂഡിംഗ് ആയിട്ട് പറയാൻ. സമയം ഒത്തിരിയായി. ഡോക്ടർ ശശിക്ക് പറയാം. ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾക്ക് ചോദിക്കാം. എല്ലാവരുടെയും സംശയങ്ങൾക്ക് സ്വാഗതം. എല്ലാം പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. സമയം വളരെ അതിക്രമിച്ചു കഴിഞ്ഞു. ഇച്ചിരി ഇൻട്രൊഡക്ഷൻ കൂടുതലായി പോയെന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വളരെയധികം ടയേർഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഒത്തിരി യാത്രകളും ഒത്തിരി ഒരു വല്ലാത്ത ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസമായിരുന്നു. എനിക്കറിയില്ല എനിക്ക് 8 മണിക്ക് ഇവിടെ 9 മണിക്ക് വരാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ഐ കുഡ് മാനേജ്. താങ്ക് ഗോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. സ്ഥിരമായിട്ട് വരുന്ന ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാം. ശശിക്ക് കൺക്ലൂഡ് ചെയ്യാം. ഡോക്ടർ അനിത വന്നെങ്കിൽ പറയാം. യെസ് ദേവാനന്ദ്. യെസ് ഡോക്ടർ ജി, നമുക്ക് ഏർട്ടിക്കേറിയ നമുക്കറിയാം. അത് സർ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? കേൾക്കാം. ഏർട്ടിക്കേറിയ നമുക്കറിയാം, ഒരു ബ്ലഡിൽ നിന്ന് തുടങ്ങി ബ്ലഡ് വെസൽസിൽ കൂടെ പുറത്തേക്ക് സ്കിന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്കറിയാം. അപ്പം അതിൽ നമുക്ക് 2-3 ലെയേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ കോൺഫ്ലിക്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് മാത്രമാണോ, ഇല്ലെങ്കിൽ സ്കിന്നിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റിൽ കൂടിയും അതേപോലെ തന്നെ ബ്ലഡ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ലവ് ആയിട്ട് അതിനെ ബന്ധപ്പെട്ടിട്ടാണോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ ലവും ബ്ലഡും ഒക്കെ തമ്മിലുള്ള അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഇമാജിനേറ്റീവ് ആൻഡ് ലിറ്റററി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എർട്ടിക്കേരിയയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മുടെ ലേണിംഗ് GNM പറഞ്ഞിട്ടുണ്ട്. അത് ഇറ്റ്സ് എ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. പിന്നെ ഡീപ്പർ ലെയറിൽ വരുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് അറ്റാക്ക് കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് അത് സ്കിന്നിന്റെ ബിയോണ്ട് ആയിട്ടുള്ള യാതൊരു ഇതിലുമില്ല. നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താ പറയണ്ട, ബ്ലഡ് വെസൽസിൽ ഡയലറ്റേഷൻ വരുന്നു, അതിന്റെ ഇന്ന കെമിക്കൽസ് പുറത്തേക്ക് വരുന്നു, അതാണ് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നത്. ഒന്നുമല്ല. They are not the beginning of things. The beginning of things is always in the mind. സൈക്കിക് കോസ് കൊണ്ട് മാത്രമാണ് തരുന്നത്. അപ്പൊ അർട്ടിക്കേരിയ എന്ന് ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് കോൺഫ്ലിക്റ്റ് മോസ്റ്റ് ഓഫ് ദി ടൈം. ഈ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് അത് അതിന്റെ മാനിഫെസ്റ്റേഷൻ അനുസരിച്ചിട്ടാണ്. ഇഫ് ഇറ്റ് ഈസ് പ്യുവർലി എ റാഷ്, നമ്മൾ അതിനെ അർട്ടിക്കേരിയ എന്ന് ഡോക്ടർ പറയും, ഓ ദിസ് ഈസ് അർട്ടിക്കേരിയ. റാഷസ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. ഇനി അങ്ങനെയല്ല, വളരെ ഡീപ്പാണ്, തിക്കാണ് വരുമ്പോഴത്തേക്കും അത് ഡെർമിസും കൂടെ ഇൻവോൾവ് ആണ്. ഡെർമിസ് ഈസ് അറ്റാക്ക്. അപ്പൊ അതൊരു കെമിക്കൽ ഇൻവോൾവ്മെന്റ് ആവാം, ഏതെങ്കിലും ഒരു കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ അവിടെ പോയപ്പോൾ ഭയങ്കര കൊതുകായിരുന്നു, ഭയങ്കര ഉറുമ്പായിരുന്നു, ഇതൊക്കെ വരാം. അല്ലെങ്കിൽ ആ തോർത്ത് ഉപയോഗിച്ചപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ തടിച്ചു വന്നത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഫുഡ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അത് വെർബൽ അറ്റാക്ക് ആകാം. അറ്റാക്ക് ഈ 2 ലിമിറ്റിൽ നിന്ന് വേറൊരിടത്തേക്ക് പോകുകയേ വേണ്ട. മനസ്സിലായോ? ദി അതർ ചേഞ്ചസ് വാട്ട് എവർ യു ഹാപ്പൻ, നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ബ്ലഡ് വെസൽസിലെ മറന്നുപോയി കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ ചെറുപ്പക്കാർക്ക് ഓർമ്മയുണ്ടാകും. ബ്ലഡ് വെസൽ ഡൈല്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള കെമിക്കൽ സാധനങ്ങൾ ഈ പെർഫറേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇന്റർ സെല്ലുലാർ സ്പേസസിൽ കൂടെ എക്സ്ട്രാ പാസേജ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ബ്ലഡ്, ഇതൊന്നും അല്ല സംഭവം. ഇറ്റ്സ് ഓൾ ഫ്രം ദി മൈൻഡ്. അതുകൊണ്ട് അതിനെ വേറെ പ്രോഗ്രാമുമായിട്ട് പറയേ വേണ്ട. സ്കിന്നിന്റെ അകത്ത് മാത്രം കൺഫൈൻഡ് ആണ്. സോ എൻ്റെ അനുഭവത്തിൽ അത് ഡോക്ടർ ആയുഷ് എന്ന് പറയുന്ന, ഡോക്ടറല്ല, ആയുഷ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാക്കൽറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണത്. ഈ 2 മാത്രം നിർത്തിയാൽ മതി എർട്ടിക്കേരിയ. കാരണം ഇറ്റ്സ് അലർജി എന്ന് അവർ പറയുന്ന സംഗതി. മനസ്സിലായോ? അപ്പൊ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സാധനം, അപ്പൊ അത് മൈൻഡിലാണ്. ഇത്രയുള്ള പ്രശ്നം ആ മൈൻഡുമായിട്ടുള്ള ഇതാണ്. അലർജി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫേക്ക് തിയറിയാണ്. അല്ലാതെ അങ്ങനെ ഒരു അലർജി എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. അത് ഇന്ന് വിശദീകരിക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. നേരത്തെ ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അലർജിയുടെ റിയാലിറ്റി ഓഫ് ട്രൂത്ത്സ്, റിയാലിറ്റി ഓഫ് അലർജീസ്. ഡോക്ടർ ഒറ്റ വാക്കില്
ഈ ആർട്ടറിയുടെയും വെയിനിന്റെ എൻഡോത്തീലിയൽ ലൈനിങ് എന്ന് പറയുന്നത് സെർബൽ കോർട്ടെക്സ് കൺട്രോൾ ചെയ്യുന്നതല്ലേ? വെയിനും ആർട്ടറി ഒന്ന് തന്നെയാണോ? അല്ല, അതിന്റെ അകത്ത് ഇപ്പം അതിന്റെ അകത്ത് ഈ എൻഡോത്തീലിയൽ ലൈനിങ് എൻഡോത്തീലിയൽ ലൈനിങ് ഫ്രം ദി മീസോഡേം തന്നെയാണല്ലോ. സെറിബ്രൽ അല്ല, ആർട്ടറി സെർബൽ കോർട്ടെക്സ് ആണ്. രണ്ടിന്റെ അകത്തുണ്ട്. അതില്ലാത്ത ചില ആർട്ടറീസിനെ കുറിച്ചാണ് പറഞ്ഞത്. കൊറോണറി ആർട്ടറീസിന് പ്യുവർലി എക്ടോഡേമൽ ടിഷ്യൂ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ചിലതിനാണ് ഈ പറയുന്ന ബോൾ അല്ല എന്താ ബോളസിലേക്ക് ബ്ലഡ് മോർസൽ മുമ്പോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ പോകുന്നുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കിയ വെയിൻ എക്ടോഡേം അല്ല, അങ്ങനെയാണല്ലേ? വെയിൻ എക്ടോഡേം അല്ല. തീർച്ചയായിട്ടും എക്ടോഡേം കൺട്രോൾഡ് ആണ്. ഒറിജിൻ എക്ടോഡേം തന്നെയാണ്. ഓക്കെ. ശരി. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അത് കൃത്യമായിട്ട് അതിന്റെ അകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ലേണിംഗ് GNMന്റെ അകത്ത് പറയുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. താങ്ക് യു ഡോക്ടർ ആനി. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സമയം ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഡോക്ടർ. താങ്ക് യു. അപ്പോൾ വളരെ നല്ല ഒരു സെഷൻ എടുത്ത ഡോക്ടർ വർഗീസിന് അടുത്ത സെഷനോടുകൂടി തീരുവാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാംസ്. അതായത് സിഗ്നിഫിക്കന്റ് അല്ല സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാംസ് ഓഫ് നേച്ചർ നമ്മൾ ഇവിടെ കൊണ്ട് തീരുവാണ്. അടുത്ത ഹാർട്ടാണ് അടുത്ത ചൊവ്വാഴ്ച. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞോളൂ. I am perfectly okay, Dr. Salim. Thank you. കുറേയേറെ ക്ഷീണം പിടിച്ചെന്നേ ഉള്ളൂ. ഞാൻ മേക്കപ്പ് ചെയ്തു ഇന്നുകൊണ്ട്. ഇക്കാര്യം ആരെങ്കിലുമൊക്കെ അറിഞ്ഞോ? പരസ്യമായിട്ട് പറയണോ? എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ റഷ് ചെയ്തു വന്നത് ഡോക്ടർ സലീം കുമാറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. ഇന്ന് ഞാൻ സ്യൂച്ചർ എടുത്തു. തലയിൽ ഒരു 3 സെന്റിമീറ്റർ നീളത്തിലും 1 സെന്റിമീറ്റർ ആഴത്തിലും ഒരു മുറിവുണ്ടായിരുന്നു. ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് വാസ് എ വാർണിംഗ് ഫോർ മീ. ബിക്കോസ് അറിയാമല്ലോ, എടപ്പള്ളി ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കയ്യിൽ എല്ലാ കാറുകളും നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ അങ്ങനെ വരുന്ന ഒരു ഡ്രൈവറോട് പറയുമായിരുന്നു സ്റ്റോപ്പ്. പക്ഷെ അത് ഡോക്ടർ തന്നെയാണ് എൻ്റെ മേലെ കാറ് ഇടിച്ചു കയറ്റി വീണു. ധാരാളം ചോര പോയി. ഒരാഴ്ച കഴിഞ്ഞ് 10 ദിവസം കൊണ്ട് ഐ എം ഓക്കെ. ഇപ്പോൾ സലീം ചോദിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് പരസ്യമാണ്. വേണമെങ്കിൽ അതിനിതൊക്കെ അത് എഡിറ്റ് ചെയ്യാം. എനിവേ, ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് എന്നെ രക്ഷപ്പെടുത്തിയതിൽ, അല്ലെങ്കിൽ എന്നെ സ്ട്രെങ്തൻ ചെയ്ത് എന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് GNMനാണ്. യാതൊരു സംശയമില്ല. ബിക്കോസ് അതിന് ശേഷം ഉണ്ടായ എല്ലാ അഫെക്ഷൻസിനും ഐ കുഡ് മാനേജ് വിത്തൗട്ട് എനി പ്രോബ്ലം. ഞാൻ ഇന്ന് ആസ് ഐ വാസ് ബിഫോർ ദാറ്റ് പർട്ടിക്കുലർ എപ്പിസോഡ് ഞാൻ ഓക്കെയാണ്. താങ്ക് ഗോഡ്. താങ്ക് യു സലീം. ഓക്കെ ശശി, ഇത് നിർത്താം. എത്ര ആയിക്കോട്ടെ. നിങ്ങൾ എഴുതിയ ഈ പൈസ ഓക്കെ നമുക്ക് കാര്യം എഴുതിയിട്ടില്ല, കിട്ടാൻ പോകില്ല. ക്ലാസ് എടുത്ത ഡോക്ടർ വർഗീസിന് നമുക്കൊരു നന്ദി പറയാം. നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പങ്കെടുക്കാൻ കാത്തിരിക്കാം. ശരി, താങ്ക് യു. ഗുഡ് നൈറ്റ് ടു ഓൾ.